ശാന്താകാരം കലുഷഹരണം സത്യസായി സർവേശം പത്തിവാസം പ്രശാന്തി നിലയം ഭുക്തിമുക്തിപ്രദാദം നിത്യാനന്ദം പരമചരിതം ദിവ്യചേതോ വികാസം വന്ദേ സായി ഹരിഹര തേജം പരമകല്യാണനാമം. ഓം ശ്രീ സായിരാം. ഭഗവാന്റെ തൃപാദപത്മങ്ങളിൽ സാഷ്ടാംഗ പ്രണാമം. ഉക്തിരത്നങ്ങളും മൂല്യങ്ങളും, ഭഗവാന്റെ മെസ്സേജസ്, അതിന്റെ പാർട്ട് 3 ആണ് ഇന്ന് ഈ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ എത്തിയിരിക്കുന്ന എല്ലാവർക്കും ഭഗവാന്റെ നിറഞ്ഞ അനുഗ്രഹം ഉണ്ടാവട്ടെ. എല്ലാവരുടെ ഹൃദയത്തിലേക്കും ഭഗവാന്റെ സന്ദേശങ്ങൾ ആഴത്തിൽ ആഴ്ന്നിറങ്ങട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ക്ലാസ് ആരംഭിക്കാം. നേരത്തെ 2 ക്ലാസ്സുകളിൽ നാം ധാരാളം ഭഗവാന്റെ സേയിങ്സ്, ആദ്യം ലവ് സേയിങ്സ് പറഞ്ഞു. അത് ആണ് മോസ്റ്റ് ഇമ്പോർട്ടന്റ്. കാരണം വാല്യൂസിന്റെ അമ്മ, മദർ ഓഫ് ഓൾ വാല്യൂസ് ആണ് പ്രേമം ആയതിനാൽ അതിനെ കുറിച്ചാണ് നമ്മൾ സ്പെസിഫിക് ആയിട്ട് ധാരാളം ഡിസ്കസ് ചെയ്തത്. ആദ്യത്തെ 2 ക്ലാസ്സിലും അതാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് നാം മറ്റ് എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഭഗവാന്റെ മിക്സ്ഡ് ആയിട്ടുള്ള ധാരാളം സേയിങ്സ് ഉണ്ട്. എല്ലാത്തിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സാധിക്കില്ല. പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, ഞാനത് ആയിരക്കണക്കിന് സേയിങ്സ് ഉണ്ടെങ്കിലും വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടും നമ്മളെ വളരെ കോമൺ ആയിട്ടും കുട്ടികൾക്ക് വളരെ റെലവെന്റ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളാണ് സെലക്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഞാൻ ഏകദേശം ഒരു 25ഓളം സ്വാമിയുടെ പുസ്തകങ്ങൾ റെഫർ ചെയ്തിട്ടാണ് ഇതൊക്കെ കളക്ട് ചെയ്ത്, ഇമ്പോർട്ടൻസ് കളക്ട് ചെയ്ത്. അപ്പോ പലതരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് സ്വാമിയുടെ ഈ സേയിങ്സിനെ കുറിച്ചിട്ടുള്ള ഇംഗ്ലീഷ്. അപ്പൊ അതിന്റെ ഒക്കെ സംക്ഷിപ്തമായിട്ട് പലതിന്റെയും വായിച്ചു നോക്കി, അർത്ഥമൊക്കെ നോക്കിയതിന് ശേഷമാണ് ഇത് നിങ്ങളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുന്നത്. അപ്പോ ഇതില് നമ്മൾ ഇതിനു മുമ്പ് പറഞ്ഞ ആ സേയിങ്സ് ഒക്കെ, അതും ഇന്ന് പറയാൻ പോകുന്ന സേയിങ്സും ഭഗവാന്റെ മെസ്സേജസ്, ഇതൊക്കെ കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇങ്ങനെ തപ്പിയിട്ട് പറയരുത്. എനിക്ക് ഇത് പ്രസന്റ് ചെയ്യുന്ന വിധവും കൂടി വളരെ ആകണമെന്ന് എനിക്ക് പറയാനുള്ളത്. കുട്ടികളുടെ മുമ്പിൽ പ്രസന്റ് ചെയ്യുമ്പോൾ ഇതിനൊരു നമ്മൾ ധാരാളം, ഇപ്പൊ സേയിങ്സ് ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. അതൊക്കെ ഗൂഗിളിനോട് ചോദിച്ചു കഴിഞ്ഞാൽ ഗൂഗിൾ എല്ലാം തരും. അതൊരു വലിയ കാര്യമില്ല. ഇൻഫോർമേഷൻ പാസ് ചെയ്യല് ഒരു വലിയ കാര്യമല്ല. ഗുരുക്കന്മാരോടുള്ള എന്റെ പ്രത്യേക അഭ്യർത്ഥനയാണ്. നമ്മൾ കുട്ടികൾക്കോ അല്ലെങ്കിൽ ഇത് മറ്റുള്ളവർക്കോ പകർന്നു കൊടുക്കുമ്പോൾ ഇംഗ്ലീഷോ മലയാളത്തിലോ ഉള്ള ആ സെന്റൻസസ് ട്രാൻസ്ഫർ ചെയ്തിട്ട് വലിയ ഒരു കാര്യമില്ല. അത് കുറച്ച് കഴിയുമ്പോൾ മറക്കും. പക്ഷെ ഇവിടെ വേണ്ടത് അതിനെ നോളജ്, അറിവാക്കിയിട്ട് കൺവേർട്ട് ചെയ്യലാണ്. ഇൻഫോർമേഷനെ നമ്മൾ അറിവാക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം, നോളജ് ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യണം. ആ നോളജ് ആക്കിയതിന് ശേഷമായിരിക്കണം പിന്നീട് ട്രാൻസ്ഫോർമേഷൻ നടക്കുന്നത്. അപ്പൊ ഞാനത് പറഞ്ഞല്ലോ, ഇൻഫോർമേഷൻ, ഫോർമേഷൻ, ട്രാൻസ്ഫോർമേഷൻ. ആ ഫോർമേഷൻ എന്നുള്ള സ്റ്റേജ് ആണ് നോളജിലേക്ക് പോകുന്നത്, അറിവിലേക്ക് പോകുന്നത്. ആദ്യം ഇപ്പൊ കുറെ ഇൻഫോർമേഷൻ മാത്രം ഗ്യാദർ ചെയ്ത് നമുക്ക് ഇരുന്നാൽ സ്വാമി പറയും ഇൻഫോർമേഷൻ ഓവർ ലോഡ്, അല്ലെ, ബൊംബാർഡ്മെന്റ് ഓഫ് ഇൻഫോർമേഷൻ എന്നൊക്കെ പറയും. മസ്തിഷ്ക പ്രക്ഷാളനം എന്നൊക്കെ പറയാറില്ലേ നമ്മള്. അത് എത്ര വേണമെങ്കിലും നമുക്ക് ഇൻഫോർമേഷൻ ഇന്ന് അവൈലബിൾ ആണ്. ടിപ്പ്, അല്ലെ, നമ്മുടെ കയ്യിലാണ്, ഫിംഗർ ടിപ്പിലല്ലേ നമ്മുടെ ഇൻഫോർമേഷൻ ഒക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഇൻഫോർമേഷൻ അല്ല നമുക്ക് ആവശ്യം, മറിച്ച് ഇൻഫോർമേഷന്റെ അടുത്ത സ്റ്റേജ് ആയ നോളജിലേക്ക് പകർന്നു കൊടുക്കാൻ നമ്മുടെ ഗുരുക്കന്മാർക്ക് സാധിക്കണം. അല്ലാതെ ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ഒരു മീഡിയമായിട്ട് ഗുരു ആവരുത്. ഗുരു ആവേണ്ടത് ആ എന്താണോ ആ മെസ്സേജസ് ഉൾക്കൊള്ളുന്ന, അതിന്റെ ആ മെസ്സേജസ് കൃത്യമായിട്ട് അവനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്ന മീഡിയമായി മാറണം. അറിവ് പകർന്നു കൊടുക്കുന്ന സ്വാമി പറയില്ല വാട്ടർ ടാങ്ക്, അതായി മാറണം എന്ന്, സംഭരണി എന്ന് പറയില്ലേ, അത് ആയി മാറണം. എങ്കിലേ ഇത് കൊണ്ട് ഗുണമുണ്ടാവുള്ളൂ. വളരെ പ്രശസ്തമായ ഒരു സേയിങ്ങോടുകൂടി നമുക്ക് തുടങ്ങാം ഭഗവാന്റെ.
നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. എങ്കിലും അത് പറഞ്ഞു കൊടുക്കുമ്പോൾ നമുക്ക് അതിന്റെ പ്രാധാന്യത്തോടുകൂടി പറഞ്ഞു കൊടുക്കണം. പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, എല്ലാവർക്കും അറിയുന്ന കാര്യം. പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, then present is my present to you. Live in the present. അപ്പൊ ഇത് നമ്മൾ എങ്ങനെയാ പറഞ്ഞു കൊടുക്കുക? എല്ലാവർക്കും അറിയും തോന്നുന്നു, അപ്പൊ ഞാൻ റിപ്പീറ്റ് ചെയ്യേണ്ടെന്ന് തോന്നുന്നു. പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു, ഹെൻസ് യു ലിവ് ഇൻ ദ പ്രസന്റ് എന്നാണ് അവസാനത്തത്. അത് നമുക്ക് അതിന്റെ കൂടെ പറയുന്നതാണ്. അപ്പൊ ഇവിടെ ആലോചിച്ച് നോക്കൂ, പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി. ഇവിടെ ആ ഹിസ്റ്ററി എന്ന് പറയുമ്പോഴേ തന്നെ നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. പാസ്റ്റിനെ കുറിച്ച് അധികം പറയണ്ട, പാസ്റ്റ് ഈസ് പാസ്റ്റ്, ഡോണ്ട് വറി ഓൺ ദ പാസ്റ്റ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ. കഴിഞ്ഞ കാര്യത്തെ കുറിച്ച് ഓർത്ത് വ്യാകുലപ്പെടേണ്ട നീ, അല്ലെ? അപ്പൊ വരുന്ന കാലം, അതായത് ഫ്യൂച്ചർ ഇസ് എ മിസ്റ്ററി. അത് നമുക്ക് നിർവചിക്കാൻ പറ്റാത്തതാണ്. മിസ്റ്ററി എന്ന് പറഞ്ഞാൽ എന്താ, ഒരിക്കലും അനിർവചനീയ, അത് എന്താന്ന് പോലും നിർവചിക്കാൻ പറ്റില്ല, നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അത് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരു സാധനമാണ് ഈ ഫ്യൂച്ചർ. അടുത്ത നിമിഷം പോലും നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. അപ്പോ അതാണ് ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, പ്രസന്റ് ഈസ് മൈ പ്രസന്റ് യു. ആദ്യത്തെ പ്രസന്റ് എന്ന് പറഞ്ഞാൽ വർത്തമാനകാലം, രണ്ടാമത്തെ പ്രസന്റ് ഗിഫ്റ്റ് ആണ്. അപ്പൊ ഈ വർത്തമാനകാലം എന്റെ നിനക്കുള്ള സമ്മാനമാണ്. അവിടെയാണ് അതിന്റെ ഫുൾ ഇതായിട്ടിരിക്കുന്നത്. അപ്പോ തുടക്കം ഇതാണ്, പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു, ഹെൻസ് യു ലീവ് ഇൻ ദ പ്രസന്റ്. അല്ലെ? എത്ര മനോഹരം. അപ്പൊ അവിടെ ആ 2-3 തരത്തിൽ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അറിവിനെ, നോളജിനെ അനുഭവമാക്കണം. ആദ്യം ഇൻഫോർമേഷനെ നോളജ് ആക്കണം, നോളജിനെ അനുഭവമാക്കണം, അറിവിനെ അനുഭവമാക്കണം. വെറും നമ്മളുടെ ഒരു വിവരശേഖരണം മാത്രമാവരുത് ഇതിന്റെ നമ്മൾ നമ്മളിത് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ, കുട്ടികളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വിവരശേഖരണം കൊണ്ട് വലിയ മെച്ചമൊന്നുമില്ല. അപ്പോ ആ വിവരശേഖരണം, നമ്മൾ ശേഖരിച്ച വിവരത്തിനെ അറിവാക്കി മാറ്റുകയും അറിവിനെ അനുഭവമാക്കി മാറ്റുകയും ചെയ്യുമ്പോൾ മാത്രമേ ട്രാൻസ്ഫോർമേഷൻ എന്നുള്ള പ്രോസസ്സ് നടക്കുള്ളൂ. അത് ഗുരുക്കന്മാർക്ക് കൃത്യമായി ശിഷ്യന്മാരിലേക്ക് ചെയ്യാൻ സാധിക്കണം. അതിന് റോൾ മോഡലിംഗ് ഒക്കെ അത്യാവശ്യമാണ്. അപ്പൊ ഞാൻ പറയണത് അതിന് ടീച്ചിങ് മെത്തേഡ്സ് ഒക്കെ വളരെയധികം ഉപയോഗിക്കണം. ഇന്നത്തെ പ്രത്യേകിച്ച് സ്വാമി ഭഗവാനെ നമ്മളിങ്ങനെ കുട്ടികളിൽ ഇങ്ങനെ ഇത് ഭഗവാന്റെ വേർഡ്സ് ആണ് ഈ പറയുന്നതൊക്കെ. ഇന്ന് നമ്മൾ പറയുന്ന എല്ലാ വേർഡ്സും സ്വാമിയുടെ വേർഡ്സ് ആണ്. ഈ സ്വാമിയുടെ വേർഡ്സ് പറയുമ്പോൾ സ്വാമിയുടെ എന്തൊക്കെ കേൾക്കണം? സ്വാമിയുടെ രൂപം കാണിച്ചു കൊടുക്കണം, സ്വാമിയുടെ വോയിസിന്റെ പ്രത്യേകത, ആ ശബ്ദം, മനോഹരമായ ശബ്ദം, ഒരു ലോകത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള ഒരു രൂപം ഭഗവാന്റെ പ്രസംഗ ശൈലി. ഇതിനൊക്കെ എന്താ വേണം? നിങ്ങളുടെ മൊബൈലിൽ ഒരു വീഡിയോ കാണിച്ചു കൊടുത്താൽ മതി. ഭഗവാന്റെ ഒരു പ്രഭാഷണത്തിന് ഒരു 5 മിനിറ്റ് വീഡിയോ കാണിച്ചു കൊടുക്കുക. അപ്പൊ ഏത് പ്രഭാഷണം തുടങ്ങുമ്പോഴും ആദ്യം ഭഗവാൻ ഒരു പദ്യം ചൊല്ലും. അത് ആ പദ്യം ട്രാൻസ്ലേറ്റ് ചെയ്യും. അതിനുശേഷം ഭഗവാൻ ദിവ്യാത്മസ്വരൂപലാര, പ്രേമസ്വരൂപലാര എന്നൊക്കെ പറഞ്ഞു തുടങ്ങും. എന്നിട്ട് അതിന്റെ ഇടയിൽ സ്വാമി കുറേ ചിഹ്ന ഉദാഹരണം, ആ സ്വാമിയുടെ പ്രസംഗത്തിന്റെ ഒഴുക്കും ഇതൊക്കെ നമ്മുടെ കൗതുകപൂർവ്വം കുട്ടികൾ വാച്ച് ചെയ്യും. കാരണം ഇന്നത്തെ കുട്ടികൾ ഇത് സ്വാമിയെ കാണാത്ത കുട്ടികളാണ്. ആ കുട്ടികളെ നമ്മൾ ഇതൊന്ന് കാണിച്ചു കൊടുക്കണം ഭഗവാനെ. ഒരു 5 മിനിറ്റ് ഒക്കെ മതി. അതിൽ കൂടുതലായാൽ ചിലപ്പോൾ ബോറടിക്കും. ഏതെങ്കിലും ഒരു പ്രഭാഷണമോ ഒരു ഭജന മാത്രമല്ല, ആ ഭജനയിൽ എൻഡ് ചെയ്യുകയും ചെയ്യും. അതും കാണിച്ചു കൊടുക്കാം. അപ്പൊ അത് ഇടയ്ക്കിടയ്ക്ക് നമ്മളൊരു ക്ലാസ് എടുക്കുമ്പോൾ ഒരു 10-20 നേരം ക്ലാസ് എടുത്തു കഴിഞ്ഞാൽ ഒരു എനർജി ബൂസ്റ്റർ ആയിട്ട് ഭഗവാന്റെ ഒരു വീഡിയോ ഒന്ന് കാണിച്ചു കൊടുത്തു. എല്ലാവരുടെ മൊബൈലിൽ ഇപ്പൊ വീഡിയോ ഒക്കെ ഉണ്ടാവും, ഉറപ്പാണ്. ഇതിലും മനോഹരമായിട്ട് കുറച്ചുകൂടി എന്താ പറയണ്ടേ, ഗൂഗിളൊക്കെ സെർച്ച് ചെയ്യാൻ അറിയുന്നവർക്ക് ഇതിലും മനോഹരമായിട്ട് ചെയ്യാം. പറയുന്ന ഇതേ പ്രഭാഷണം തന്നെ വേണമെങ്കിൽ കാണിച്ചു കൊടുക്കാൻ പറ്റും. നമ്മൾ പറയുന്ന ഇതേ സേയിങ് ഉള്ള പ്രഭാഷണം സ്വാമിയുടെ സെർച്ച് ചെയ്തിട്ട് കാണിച്ചു കൊടുക്കാൻ സാധിക്കും. അപ്പൊ കുറച്ചുകൂടി എഫിഷ്യന്റ് ആയി. ഇപ്പൊ നമ്മൾ പറയുന്നതിന്റെ കൂടെ ഇപ്പൊ ഞാൻ പറയുന്നത് എന്തൊക്കെ മാർഗങ്ങളുണ്ട് ഭഗവാനെ നമ്മുടെ കുട്ടികളിലേക്ക് ആ സ്ഥിരപ്രതിഷ്ഠ നേടിക്കാൻ വേണ്ടി. അത് നമ്മൾക്ക് പരമാവധി നമ്മുടെ ഈ മൊബൈൽ ഫോണിന്റെ ഉപയോഗം, അല്ലെ, ആ ഭഗവാനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഉപയോഗിച്ചുകൂടെ? അത്രയും മനോഹരമായ ഒരു ടെക്നോളജിയാണ് നമുക്ക് തന്നിരിക്കുന്നത് ഈ മൊബൈലിലൂടെ. ആ ടെക്നോളജിയെ മുഴുവൻ ഉപയോഗിച്ച് നമ്മുടെ അടുത്ത ജനറേഷനിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കും, ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോഴാണ് ഇതേ സംഭവം പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി എത്രയോ തവണ സ്വാമി പറഞ്ഞിട്ടുണ്ട്. ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു. ഇവിടെ ആദ്യത്തെ
നമുക്ക് കുട്ടികളുടെ അടുത്ത് പറഞ്ഞു കൊടുക്കാം. പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി. കുറച്ചു നാൾ കഴിഞ്ഞിട്ട് യുവർ പാസ്റ്റ് അവന്റെ പാസ്റ്റ് ആണെങ്കിൽ, അല്ലെ, ഇപ്പൊ ഇന്നലെ നാളെ ആയി കഴിഞ്ഞാൽ ഇന്ന് പാസ്റ്റ് ആയി. അപ്പൊ നാളെ അവന്റെ പാസ്റ്റിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോ ഇറ്റ് മസ്റ്റ് ബി ഹിസ് സ്റ്റോറി എന്നാക്കണം. അതാണ് ഹിസ്റ്ററി എന്ന് പറയും. ഹിസ്റ്ററി മസ്റ്റ് ബി ഹിസ് സ്റ്റോറി. എന്താണ് ഹിസ്, എച്ച് ക്യാപിറ്റൽ, അവിടെ ഹിസ് സ്റ്റോറി, അദ്ദേഹത്തിന്റെ കഥ. ആരുടെ? ഭഗവാന്റെ കഥ. ആര്? പാസ്റ്റ്. ആരുടെ? നമ്മുടെ. അപ്പൊ നമ്മുടെ പാസ്റ്റ് ഭഗവാന്റെ കഥയാവുന്നത് എപ്പോഴാ? നമ്മളും ഭഗവാന്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാനിത് ഒരു അനുഭവസ്ഥനായ കൊണ്ട് ഞാൻ പറയാം. ഞാൻ എൻ്റെ ഒരു ഡയറി എഴുത്ത് ഉണ്ടായിരുന്നു. ചെറുപ്പം മുതലേ ഡയറി എഴുതുന്ന സ്വഭാവം ഉണ്ടായിരുന്നു. എല്ലാം എഴുതും, ഇപ്പോഴും എഴുതാറുണ്ട് കേട്ടോ. എല്ലാം എഴുതും. ഇപ്പൊ ഇതൊക്കെ ദിവസം എന്തൊക്കെ പറയൂ, എന്തൊക്കെ ഈ ചെറിയ ചെറിയ മൈന്യൂട്ട് കാര്യങ്ങൾ പോലും എഴുതാറുണ്ട്. അപ്പൊ അത് എഴുതി വെക്കും. അത് വലിയ നിലയിൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. പക്ഷെ പണ്ടൊക്കെ എത്ര ക്ലാസ്, ബാലവികാസ് ക്ലാസ് എടുത്തിട്ടുണ്ട്, അത് എവിടെ ക്ലാസ് എടുത്തു, ഇതെല്ലാം ചെറുപ്പം മുതലുള്ള കാര്യമൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കമ്പൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഓൾ ഇന്ത്യ പ്രസിഡന്റിന് കുറെ കാലം മുമ്പേ, കഴിഞ്ഞ വർഷമൊക്കെ അയച്ചു കൊടുക്കാൻ വേണ്ടി ഒന്ന് കമ്പൈൽ ചെയ്ത് നോക്കി. ഏകദേശം 6 മാസത്തെ പ്രയത്നമായിരുന്നു അത് കമ്പൈൽ ചെയ്യല്. 6 മാസം കൊണ്ടാണ് ഇത് കമ്പൈൽ ചെയ്തപ്പോ സത്യസായി സേവാ സംഘടനയുടെ ഗ്രോത്ത് നമുക്ക് അതിലൂടെ കാണാൻ സാധിച്ചു. കാരണം ഓരോ കാലത്ത് വേൾഡ് കോൺഫറൻസ് നടന്നതും ഓൾ ഇന്ത്യ കോൺഫറൻസ് നടന്നതും പിന്നെ ഡിസ്ട്രിക്ട് ലെവലിലും സമിതി ലെവലിലും സ്റ്റേറ്റ് ലെവലിൽ നടന്ന മീറ്റിങ്ങുകളും അതുപോലെ എല്ലാം അതിലുണ്ട്. അപ്പോ ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ടൈം, ദിവസം, ആഴ്ചകള്, മാസങ്ങള്, ഇതൊക്കെ നോക്കുമ്പോൾ ഫുൾ ഫ്ലഡ്ജഡ് ആയിട്ട് സത്യസായി സേവാ സംഘടനയുടെ ഗ്രോത്തും സത്യസായി സേവാ സംഘടനയുടെ ഒഴുക്കും നോക്കിയാൽ മനസ്സിലാവും. അപ്പൊ എനിക്കിത് കേൾക്കുമ്പോൾ എപ്പോഴും അത് ഓർമ്മ വരും. ഹിസ് സ്റ്റോറി, ഹിസ്റ്ററി മസ്റ്റ് ബി ഹിസ് സ്റ്റോറി ആയിരിക്കണം. നമ്മുടെ സ്റ്റോറി ഒട്ടുമുക്കാലും 100% ഒരുപക്ഷെ ആവില്ല, ഒട്ടുമുക്കാലും ഭഗവാന്റെ സ്റ്റോറി ആയി മാറണം. അതിന് നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതിനെന്ത് വേണം? ഓരോ ദിവസവും ഭഗവാന്റെ കാര്യങ്ങൾ ചെയ്യാനായിട്ടുള്ള സമയങ്ങൾ. അതിനാണ് പറയുന്നത് പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി. അത് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്തതാണ്. പിന്നെയോ പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു. അത് യൂട്ടിലൈസ് ചെയ്യണം. ഈ നിമിഷം എന്റെ നിനക്കുള്ള സമ്മാനമാണ്, ഗിഫ്റ്റ് ആണ്. അപ്പൊ ഈ നിമിഷത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സാധാരണ പറയാറുണ്ട്, അല്ലെ, കുറച്ച് കഴിഞ്ഞ് ചെയ്യേണ്ട കാര്യങ്ങൾ ഇപ്പൊ ചെയ്യാം, നാളെ ചെയ്യേണ്ട കാര്യങ്ങൾ ഇന്ന് ചെയ്യാം, അങ്ങനെയൊക്കെ പറയാറില്ലേ? അത്ര പ്രധാനപ്പെട്ടതാണ് നമ്മളുടെ ഈ പോസ്റ്റ്പോൺ ചെയ്യുക എന്നുള്ളതിന് മാറ്റുക, അല്ലെ? നല്ല കാര്യങ്ങളായാലും നമ്മൾ പെട്ടെന്ന് തന്നെ അത് അനുഷ്ഠിക്കുക എന്നുള്ള ആ ഏത് സത്കർമ്മമായാലും പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു. അപ്പൊ ഈ ഇപ്പോഴത്തെ ആ പ്രസൻസിന്റെ പ്രാധാന്യം നമ്മുടെ കുട്ടികളെ പറഞ്ഞ് ബോധിപ്പിക്കണം. പ്രത്യേകിച്ച് അവരുടെ ചെറുപ്പകാലം, അത് പലതരത്തിൽ പറയാം. അവരുടെ ഈ ദിവസത്തിനെ കുറിച്ച് പറയാം, അവരുടെ കാലം, അവരുടെ ദശ, ആ യൗവന ആകുന്നതിന് മുമ്പേ, യൗവനത്തിൽ ഗൃഹസ്ഥാശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പേയുള്ള കാലം, ബ്രഹ്മചര്യവ്രതം അനുഷ്ഠിക്കുന്ന കാലം, അഡോളസൻസ് ഏജിന്റെ പ്രശ്നം, കൗമാരപ്രായം, ബാല്യത്തിന്റെ പ്രശ്നം, ഇതൊക്കെ നമുക്ക് പറയാം. ഈ ബാല്യകാലം തിരിച്ചു കിട്ടില്ല, അല്ലെ? ബാല്യത്തിലേക്ക് എന്നുള്ള ഒന്ന് തിരിച്ചു പോകണം എന്നുള്ളതൊക്കെ പറയുന്നത് എല്ലാവർക്കും നോസ്റ്റാൾജിക് ആണ്, അല്ലെ? നമുക്കറിയാം, നമ്മളെപ്പോഴും അങ്ങനെ പറയാറുണ്ട്. ബാല്യത്തിലേക്ക് തിരിച്ചു പോകാൻ ഇഷ്ടമില്ലാത്തവർ ആരും ഉണ്ടാവില്ല. ഒട്ടുമിക്ക ഒരു 99% ആൾക്കാരും ബാല്യത്തിലേക്ക് തിരിച്ചു പോകുന്ന ആഗ്രഹിക്കുന്നവരായിരിക്കും. അല്ലാത്തവരുള്ളവർ വളരെ കുറച്ചു പേര് മാത്രം, വളരെ മോശമായ ബാല്യമുള്ള ആൾക്കാർ അതിലേക്ക് തിരിച്ചു പോകില്ല. പക്ഷേ ആ മധുര സ്മരണകളൊക്കെ ബാല്യകാലത്ത് നടക്കും. അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് ബാല്യം മുഴുവനായിട്ട് ആസ്വദിക്കണമെങ്കിൽ ആ ബാല്യകാലത്തുള്ള നിഷ്കളങ്കതയും ബാല്യകാലത്തുള്ള കാര്യങ്ങളും ഒക്കെ ആ രീതിയിൽ തന്നെ പറഞ്ഞു കൊടുക്കണം. അല്ലാതെ അവർ ഈ മൊബൈൽ ഫോണിന്റെ ഉള്ളില് അപ്പൊ ഞാൻ ഒരു ചെറിയ കാര്യം പറയുമ്പോൾ നമ്മൾ ഏതൊക്കെ കാര്യങ്ങൾ ഈ ഗാഡ്ജറ്റ്സിന്റെ ഉപയോഗത്തെ കുറിച്ച്, അല്ലെ, മൊബൈൽ ഫോണിൽ തന്നെ ഞാൻ പലപ്പോഴും സമ്മർ വെക്കേഷൻ ഒക്കെ സമയത്ത്, ഇപ്പൊ നമുക്ക് പറ്റില്ല, ഇപ്പൊ നമുക്ക് കൊറോണ കാലമായതുകൊണ്ട് പറ്റില്ല, അല്ലെങ്കിൽ കുട്ടികളെ വീട്ടിലിരിക്കാൻ സമ്മതിക്കാറില്ല. ഒരു സ്ഥലത്തും പുറത്തു പോയി കളിക്കണം, വെയിലത്ത് കളിക്കുക, മണ്ണ് പോയി കളിക്കുക. ഇപ്പൊ
പലപ്പോഴും ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ ജൂലൈ മാസത്തിലൊക്കെ ക്ലാസ് എടുക്കുമ്പോൾ ചോദിക്കാറുണ്ട് ഈവൻ സ്കൂൾ കുട്ടികളോടും ഒക്കെ. കഴിഞ്ഞ ഈ സമ്മർ വെക്കേഷൻ കാലത്ത് അയൽക്കാരുടെ ചീത്ത കേട്ട എത്ര കുട്ടികളുണ്ട്? അവർ നല്ല കുട്ടികളാ, കാരണം അവർ കളിക്കാൻ പോയിട്ടുണ്ടാവും, അത് മറ്റുള്ളവരുടെ മാങ്ങിക്ക് കല്ലെറിഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ അങ്ങനെ വികൃതി കാട്ടണമെന്നല്ല ഞാൻ പറഞ്ഞത്, ആ അർത്ഥത്തിൽ എടുക്കരുത്. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യാറില്ല. ഒരു മരത്തിന്റെ മേലെ നിന്ന് വീണിട്ട് കൈയൊടിയുന്ന കുട്ടികളെ ഇന്ന് കാണാൻ പറ്റുമോ നമുക്ക്? നമ്മുടെയൊക്കെ എത്ര തവണ കൈയൊടിഞ്ഞിട്ടുണ്ടാവും നമ്മുടെയൊക്കെ. അപ്പൊ അങ്ങനെ പുറത്തു പോകുന്ന ഈ ഗാഡ്ജറ്റ്സിന്റെ ഉള്ളിൽ, ഈ മൊബൈൽ ഫോണിൽ മാത്രമുള്ള ലോകത്തിൽ നിന്ന് മാറ്റാനായിട്ട് നമുക്ക് ഈ ഒരു ഈ മെസ്സേജ് നമുക്ക് കാണാൻ സാധിക്കും. പ്രസന്റ് മൈ പ്രസന്റ് യു, ഭഗവാന്റെ സമ്മാനമാണ് ഈ കാലം. അത് ഇങ്ങനെ കളയേണ്ടതല്ല, ഈ ഗാഡ്ജറ്റ്സിലും ഇങ്ങനെയൊക്കെ കളയേണ്ടതല്ല, ദിവ്യമാണ്. ആ ദിവ്യമായ അവസരം പരമാവധി ഉപയോഗിക്കണം. എന്തിനു ഉപയോഗിക്കണം? സ്വാമിയുടെ കാര്യത്തിന് ഉപയോഗിക്കാം, പഠനത്തിന് ഉപയോഗിക്കാം, സത്കർമ്മങ്ങൾ ചെയ്യാൻ ഉപയോഗിക്കാം, അല്ലെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ എൻജോയ് ചെയ്യാൻ ഉപയോഗിക്കാം. എൻജോയ് എങ്ങനെയാ? ആ ഭഗവാന്റെ പറഞ്ഞ മാർഗങ്ങളിൽ കൂടി. ഫ്രണ്ട്ഷിപ്പ്, നല്ല കൂട്ടുകാരെ ഉണ്ടാക്കാൻ ഉപയോഗിക്കാം, അവരുമായിട്ട് നല്ല കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ ഉപയോഗിക്കാം. അതിനു പകരം നമ്മൾ വെറുതെ മൊബൈൽ ഫോണിൽ മാത്രം സിനിമകൾ കണ്ടും ഫോർവേഡ് ചെയ്തും ഇങ്ങനെ മാത്രം ജീവിക്കുന്നവരെ കുറിച്ചിട്ടുള്ള ഒരു വിഷമം ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ കുട്ടികളെ ഇതിൽ നിന്ന് മോചിപ്പിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. ബാലവികാസിന് മാത്രമേ കുറച്ചെങ്കിലും ഇതിൽ എന്തെങ്കിലും ചെയ്യാൻ സാധിക്കുള്ളൂ. കാരണം ഇത് ഇനി കുട്ടികളിൽ നിന്ന് മൊബൈൽ ഫോൺ ഒരിക്കലും വാങ്ങിക്കാൻ നമുക്ക് സാധിക്കില്ല. അപ്പൊ മൊബൈൽ ഫോണിന് വാങ്ങിക്കൽ ആ യുഗം കഴിഞ്ഞു. അതുകൊണ്ട് ഇനി മൊബൈൽ ഉപയോഗം എങ്ങനെ ആ വിവേകം അവന് വരുത്താൻ, ഡിസ്ക്രിമിനേഷൻ പവർ ഉണ്ടാക്കൽ മാത്രമേ ഇനി സാധിക്കുള്ളൂ. കാരണം കുട്ടികൾ മൊബൈലും തമ്മിൽ ഒരു ബന്ധമായി കഴിഞ്ഞു. ഇനി അതിന് പിൻവലിക്കാൻ സാധിക്കില്ല. ഇറ്റ്സ് ഇമ്പോസിബിൾ. അതിനെക്കുറിച്ച് നമ്മൾ അതിനെ മൈൻഡ് ചെയ്യും വേണ്ട. പക്ഷെ മൊബൈൽ ഉപയോഗം വേണ്ട വിധത്തിൽ ചെയ്യാൻ അവനെ പ്രേരിപ്പിക്കാം. അതിൽ ഭഗവാന്റെ കാര്യങ്ങൾ പിന്നെ സെർച്ച് ചെയ്യാൻ പ്രേരിപ്പിക്കുക. അതാണ് ഈ പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു എന്നുള്ള ആ വർത്തമാന കാലത്തിന്റെ പ്രാധാന്യം പറയുമ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം, ഭഗവാനെ കാണിച്ചു കൊടുക്കാം. അപ്പൊ അവനും ഒരു ടെൻഡൻസി വരും മൊബൈലിൽ ഭഗവാനെ നോക്കാൻ. അപ്പൊ ആ സെർച്ച് ചെയ്യണം, ഏത് ദിവസത്തെ സ്പീച്ചാണ് ഇതിലാണ് ഭഗവാൻ എങ്ങനെ പാടിയിരിക്കുന്നത്, ഭഗവാന്റെ പിന്നെ വീഡിയോസ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കും, ഭഗവാന്റെ ഫോട്ടോസ്. യങ് സായി ഒന്ന് സെലക്ട് ചെയ്താൽ യങ് സായി ഇമേജ് മാത്രം എഴുതി കടിച്ചു കഴിഞ്ഞാൽ ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഫോട്ടോ ആണ് കിട്ടുന്നത്. സായിയുടെ ഇമേജസ് മാത്രം, സത്യസായിയുടെ എന്ന് പറഞ്ഞിട്ട് അടിച്ചാൽ കിട്ടുന്നത് ലക്ഷക്കണക്കിന് ഫോട്ടോസ് ആണ്. അതിലൊക്കെ റയർ ഫോട്ടോസ് ഉണ്ട്. ഇതൊന്നും നമ്മുടെ കുട്ടികളെ പ്രേരിപ്പിക്കാറില്ല. അവരതിനു വേണ്ടി വേറെ അവരെന്തൊക്കെ പ്രോജക്ട് ചെയ്യാൻ വേണ്ടി എന്തൊക്കെ സെർച്ച് ചെയ്യും സ്കൂളിലെ കാര്യങ്ങൾ. പക്ഷെ നമ്മൾ ഇതിന് പ്രേരിപ്പിക്കാറ് ഈ പ്രസന്റ് ഈസ് മൈ പ്രസന്റ് യു എന്ന് പറയുമ്പോൾ നിരവധി സാധ്യതകളാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ കുട്ടികളുടെ അപ്പോഴത്തെ ജീവിതം, പ്രസന്റ്, നമ്മുടെ ഇപ്പോഴത്തെ ജീവിതവും, ഇതൊക്കെ നമുക്ക് നമ്മുടെ വിരൽ തുമ്പിലാണ് ഇപ്പോൾ. അല്ലെ, ഒരു ദിവസം മതിയാവും നമുക്ക് ഭഗവാൻ. എത്ര ലക്ഷക്കണക്കിന് വീഡിയോസ് ആണ് ഭഗവാന്റെ, എത്ര സ്വാമിയുടെ എനിക്കൊന്ന് ഇങ്ങനെ ഒരു അവതാരം കംപ്ലീറ്റ് അവതാര ഇതിന് ശേഷം തിരിച്ച് ആ അവതാരത്തിനെ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു സംഭവം ഭഗവാൻ എപ്പോഴും പറയും, ഈ ടാലന്റും ടെക്നോളജിയോ ഇറ്റ് സെൽഫ് ഈസ് ഭഗവാൻ എന്ന് പറയും. അതൊക്കെ ഭഗവാനായിട്ട് നമുക്ക് തന്നിരിക്കുകയല്ലേ ഇപ്പൊ ഇതായിട്ട്. ഇതിനെ നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് ആ അറിവിനെ, ആ വിവരത്തെ അറിവായും അറിവിനെ അനുഭവമായും നമ്മുടെ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അപ്പൊ അതാണ് ഇത്. ഞാൻ അതിൽ കൂടുതൽ വ്യാഖ്യാനിക്കില്ല. നിങ്ങൾക്ക് ഇതിന് കുറെ കൂടി മുമ്പോട്ട് പോകണം. സോ പാസ്റ്റ് ഈസ് എ ഹിസ്റ്ററി, ഫ്യൂച്ചർ ഈസ് എ മിസ്റ്ററി, പ്രസന്റ് ഈസ് മൈ പ്രസന്റ് ടു യു. അടുത്തത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഡെഫിനിഷൻ ആണ്, പക്ഷെ വളരെ വലിയ ഗഹനമായ അർത്ഥം. ലൈഫ് പ്ലസ് ഡിസൈസ് ഈക്വൽ ടു മാൻ, ലൈഫ് മൈനസ് ഡിസൈസ് ഈക്വൽ ടു ഗോഡ്. ഒന്നുകൂടി പറയാം, ലൈഫ് പ്ലസ് ഡിസൈസ്, ഒരു സൂത്രവാക്യം, ഒരു ഫോർമുല. ലൈഫ് പ്ലസ് ഡിസൈസ്. ഞാൻ സമ്മർ കോഴ്സിന് പോയ സമയത്ത് ഭഗവാന്റെ അടുത്ത് കുറേ ദിവസം കേട്ടതാണിത്. ഇതിനെ കുറിച്ചുള്ള ഗഹനമായിട്ടുള്ള എക്സ്പ്ലനേഷനൊക്കെ നമ്മുടെ ട്യൂട്ടോറിയൽ സെഷനിലൊക്കെ വന്നിരുന്നു. ഓരോ ആളും ഇതിനെ കുറിച്ച് സംസാരിക്കണം എന്ന് പറയും. അപ്പൊ ജീവിതം പ്ലസ് ലൈഫ് പ്ലസ് ഡിസൈസ് പറഞ്ഞ ആഗ്രഹങ്ങൾ. അപ്പം അതെന്താണ്? ഈശ്വരന്റെ ജീവിതത്തില് ആഗ്രഹങ്ങളുള്ള ആള് മനുഷ്യൻ. ജീവിതത്തിൽ നിന്ന് ആഗ്രഹങ്ങൾ നീക്കിയാൽ എന്താണായി? അവിടെ ഈ ഗോഡായി. അപ്പൊ ലൈഫ് മൈനസ് ഡിസൈസ് ഈക്വൽ ടു ഗോഡ്. ഇതിന്ന് നമുക്ക് എത്രയോ കാര്യങ്ങൾ ഇൻഫർ ചെയ്തെടുക്കാൻ സാധിക്കും. അല്ലെ, ആഗ്രഹങ്ങൾ ഇങ്ങനെ എണ്ണി കുറയുന്നത് ആയുസും, വണ്ടി കരയേറുന്ന മോഹവും, അല്ലെ, വന്നു പോകണം കഴിഞ്ഞ്, അതൊക്കെ ആഗ്രഹങ്ങളുടെ പ്രാധാന്യമൊക്കെ പറയാം. ആഗ്രഹങ്ങളുടെ കുറയ്ക്കേണ്ട പ്രാധാന്യം പറയാം.
ചത്തുപോകുന്ന നേരം വസ്ത്രം അതുപോലെ എത്തിടാ കൊണ്ടുപോകാൻ ഒരുത്തർക്കും അല്ലെ. അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കൂടെ, നശ്വരതയെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂടെ. അതങ്ങനെ എന്ത് വലിയൊരു വാക്യമാണ് ശരിക്കും പറഞ്ഞാൽ, ലൈഫ് പ്ലസ് ഡിസൈർസ് ഈക്വൽ ടു മാൻ. അപ്പൊ മാധവനായിട്ട് വരാതെ മാനവനിൽ തന്നെ നിൽക്കുക. അത് മാധവനിലേക്ക് ഉയരണമെങ്കിൽ ഇത് വേണമെങ്കിൽ മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് വളരെ നന്നായിട്ട് കാണിക്കാൻ പറ്റൂ കേട്ടോ. ഇതിന്റെ ആൾജിബ്രൈക് ഇക്വേഷനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് എന്ത് മനോഹരമായിട്ട് കാണിച്ചു കൊടുക്കാൻ പറ്റുന്നറിയോ. ലൈഫ് മൈനസ് ഡിസൈർസ് ഈക്വൽ ടു ഗോഡ്. അതുകൊണ്ട് ഇത് ജീവിതത്തിന്റെ യാഥാർത്ഥ്യം വെളിവാക്കുന്ന വളരെ പ്രധാനപ്പെട്ട സിലിക്കോൺ ഡിസൈർസ് ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ഏറ്റവും പ്രധാനമായിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു കാര്യമാണ് ഈ ഫോർമുല. ലൈഫ് പ്ലസ് ഡിസൈർസ് ഈക്വൽ ടു മാൻ, ലൈഫ് മൈനസ് ഡിസൈർസ് ഈക്വൽ ടു ഗോഡ്. അടുത്തതിലേക്ക് പോവാണ്. മൂന്നാമത്തത് കുറെ ഉള്ളതുകൊണ്ട് നമുക്ക് സമയം മതിയാവില്ല. അടുത്തത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന 5 Ds. ഞാനിത് ഒരു തവണ 5 Dsനെ കുറിച്ച് ഗ്രൂപ്പ് 3 കുട്ടികൾക്ക് ക്ലാസ് എടുക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ട്. അത് കേട്ടവര് ഒരു റിപ്പീറ്റേഷൻ ആയിരിക്കും, എങ്കിൽ പോലും അത് മുഴുവൻ പറയുന്നില്ല. 5 Ds: ഡ്യൂട്ടി, ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. ഇതിനെക്കുറിച്ച് ഒരു വലിയ ദീർഘമായ ക്ലാസ് 2 എടുത്തതാണ്, അതുകൊണ്ട് അതിനെക്കുറിച്ച് പറയുന്നില്ല. വേറെ 5 Ds, ഈ 5 Ds കീപ്പ് ചെയ്യാനായിട്ട് വേറെ 5 Ds ഭഗവാൻ നമുക്ക് തന്നിട്ടുണ്ട്. അതിനെക്കുറിച്ച് ഒരുപക്ഷെ എല്ലാവരും കേട്ടിട്ടുണ്ടാവില്ല. ഡ്യൂട്ടി, ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. അപ്പോ 5 എണ്ണമായി ഇവിടെ. ആ ഡ്യൂട്ടി എന്നുള്ളതിന്റെ കൂടെ ഡെഡിക്കേഷൻ പറയും ചില സ്ഥലത്ത്, അതുകൊണ്ട് ആ സംശയം വേണ്ട. ഡ്യൂട്ടി ഓർ ഡെഡിക്കേഷൻ, ഡ്യൂട്ടി, ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ. ഇത് കൂടാതെ ഈ 5 എണ്ണം നമ്മുടെ ജീവിതത്തിൽ പാലിക്കണമെങ്കിൽ ഭഗവാന്റെ ഒരു 5 D, ഒരു സ്വാമിയുമായിട്ട് നമ്മൾ വ്യക്തിബന്ധത്തിൽ ഉലയുന്ന ഒരു 5 D ഉണ്ട് അത്ര. അതേതാ അറിയോ? സ്വാമി എപ്പോഴും പറയുന്ന, നമുക്ക് സ്വപ്ന ദർശനം എന്നൊക്കെ പറയില്ലേ, ഡ്രീംസ്. ഒന്നാമത്തത് ഡ്രീം, രണ്ടാമത്തത് ഡ്രാമാസ്, മൂന്നാമത്തത് ഡിവൈൻ ഡയറക്ഷൻസ്, അത് 2 D ആണ്. പിന്നെയോ ഡിവൈൻ ഡിസ്കോഴ്സസ്, പിന്നെയോ ഡിവൈൻ ദർശൻ. എത്രയാണ് ആലോചിച്ച് നോക്കും. അപ്പോ ഡ്രീംസ്, ഡ്രാമാസ്, ഡിവൈൻ ദർശൻ, ഡിവൈൻ ഡയറക്ഷൻ, ഡിവൈൻ ഡിസ്കോഴ്സസ്. കേട്ടെന്ന് വിചാരിക്കണം. നമ്മൾ ഈ സനാതന സാരഥിന്റെ ഒക്കെ പ്രാധാന്യം പറഞ്ഞു കൊടുക്കുമ്പോൾ പണ്ട് ഞാൻ സമിതിയിൽ ഇതൊക്കെ പറയാറുണ്ട്. ഈ ഡിവൈൻ ഡിസ്കോഴ്സസിന്റെ അല്ലെ, ഭഗവാന്റെ ഡിസ്കോഴ്സസിന്റെ അല്ലെങ്കിൽ ഭഗവാന്റെ ഡയറക്ഷൻസിന്റെ ഏതെങ്കിലും ഒരു ചെറിയ ഒരു വരി മതി പലപ്പോഴും നമ്മുടെ ജീവിതം രക്ഷപ്പെടാൻ. സനാതന സാരഥി വായിക്കുമ്പോൾ ഒരു പേജിൽ ഒരു വരി ഉണ്ടായാൽ മതി, നമ്മുടെ അന്നത്തെ മാത്രമല്ല ജീവിതത്തിലെ ഒരു പ്രധാന പ്രശ്നങ്ങൾ അതോടുകൂടി തീരും പലപ്പോഴും. അതേപോലെ പലപ്പോഴും വ്യക്തിഗതമായ പല ഡയറക്ഷൻസ് പലർക്കും കൊടുത്തിട്ടുണ്ടാവും. അത് പലർക്കും വ്യക്തിപരമായിരിക്കും. അത് ഒരാൾക്ക് കൊടുത്ത ഡയറക്ഷൻ ചിലപ്പോൾ മറ്റൊരാൾക്ക് ഡോക്ടർമാരുടെ പ്രിസ്ക്രിപ്ഷൻ പോലെയാണ്. ഒരാൾക്ക് ഒരു പനിയുടെ മരുന്ന് കൊടുത്താൽ ആ പനിയുടെ മരുന്ന് വേറൊരാൾക്ക് കഴിക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണിത്. ആ ഡിവൈൻ ഡയറക്ഷൻ എന്നുള്ളത് ഇൻഡിവിജ്വൽ ആണ്, പ്യുവർലി ഇൻഡിവിജ്വലിസ്റ്റിക്. അതുകൊണ്ട് പലർക്കും ഭഗവാൻ നേരിട്ട് വന്ന് സ്വപ്ന ദർശനം കൊടുക്കും. പല സ്വാമിയുടെ ഡ്രാമ കാണുമ്പോൾ നമുക്ക് ഉത്തരം കിട്ടും. സ്വാമി പലർക്കും കൊടുത്ത അനുഭവം, നമുക്ക് തന്ന അനുഭവങ്ങൾ, ഡിവൈൻ ഡയറക്ഷൻസ് ഉണ്ടാവും. ആ ഡിവൈൻ ഡയറക്ഷനിലൂടെ പല അനുഭവങ്ങളും നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. അത് ആണ് ഡിവൈൻ ഡയറക്ഷൻ. പിന്നെ ഡിവൈൻ ഡിസ്കോഴ്സസ്, ഭഗവാന്റെ ഡിസ്കോഴ്സസ് വായിക്കുമ്പോൾ സ്വാമിയുടെ സ്റ്റുഡൻസ് ഒക്കെ വായിക്കുന്നത് എന്ത് മനോഹരമായിട്ട് ഈച്ച് ആൻഡ് എവറി വേർഡ് അനലൈസ് ചെയ്തിട്ടാണ് വായിക്കുന്നത്. അപ്പൊ അതിനൊക്കെ നമ്മുടെ ഡേ ടു ഡേ പ്രോബ്ലംസിനുള്ള ആൻസർ അതിൽ നിന്നാണ് കിട്ടുക. അപ്പൊ ഈ പിന്നെയോ സ്വാമിയുടെ ദർശനം മാത്രം കൊണ്ട് തന്നെ നമുക്ക് ഒരു ദിവസത്തെ പ്രോബ്ലം സോൾവ് ചെയ്യും. പലപ്പോഴും ഞാൻ രാവിലെ ഒരു വീഡിയോ ചിലർക്ക് അയച്ചു കൊടുക്കാറുണ്ട്, പല ഗ്രൂപ്പുകളിലും മറ്റൊക്കെ അയക്കാറുണ്ട്. ഈ അയക്കുന്നത് പലപ്പോഴും അതിമനോഹരം അല്ലെ. രാവിലെ തന്നെ ഭഗവാന്റെ ദർശനത്തോടുകൂടി നമ്മുടെ ദിവസം തുടങ്ങുമ്പോൾ സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഗോഡ് എന്നുള്ള ആ പ്രിൻസിപ്പിൾ, സ്റ്റാർട്ട് ദ ഡേ വിത്ത് ലവ് എന്നുള്ള പ്രിൻസിപ്പിൾ, സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഗോഡ്, ലവ് വിത്ത് ഗോഡ്, റീപ്ലേസ് ലവ് വിത്ത് ഗോഡ് എന്നൊക്കെ പറയുകയാണെങ്കിൽ അവിടെ ആ സ്റ്റാർട്ട് ദ ഡേ വിത്ത് ഗോഡ്, ഭഗവാനുമായിട്ട് നമ്മൾ ഒരു ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോഴുള്ള നമ്മുടെ ആ ആനന്ദം, അന്നത്തെ എല്ലാ പ്രോബ്ലംസും സോൾവ് ആവും. അതേപോലെ തന്നെ അപ്പൊ ഈ 5 എണ്ണത്തിനെ കുറിച്ചും ഏത് ഡ്രീംസ്, ഡ്രാമാസ്, ഡിവൈൻ ഡയറക്ഷൻസ്, ഡിവൈൻ ദർശൻസ് ആൻഡ് ഡിവൈൻ ഡിസ്കോഴ്സസ്.
ഇത് ഈ 5 നമുക്ക് മറ്റ് 5D പാലിക്കാൻ, ഡ്യൂട്ടി, ഡിവോഷൻ, ഡിസിപ്ലിൻ, ഡിസ്ക്രിമിനേഷൻ ആൻഡ് ഡിറ്റർമിനേഷൻ പാലിക്കാനായിട്ട് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരും, അവസരം തരും. ഈ യൂട്ടിലൈസ് ദിസ് ഓപ്പർച്യൂണിറ്റി. മനസ്സിലായി എന്ന് വിചാരിക്കണം. അടുത്തത് 4-മത്തത് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വാമിയുടെ ഒരു വചനമാണ് അടുത്തത്. ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്, ഹാൻഡ്സ് ഇൻ ദ സൊസൈറ്റി. ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്, ഹാൻഡ്സ് ഇൻ ദ സൊസൈറ്റി. എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം, പക്ഷെ വളരെ തത്വചിന്താപരമായ ഒരു കാര്യമാണിത്. ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്, ഹാൻഡ്സ് ഇൻ ദ സൊസൈറ്റി. എന്താണ് അതിന്റെ അർത്ഥം? ഹെഡ് ഇൻ ദ ഫോറസ്റ്റിലാ പറഞ്ഞിരിക്കുന്നത്, കാട്ടില്. പിന്നെയോ ഹാൻഡ്സ് ഇൻ ദ സൊസൈറ്റി. ശരിക്കും പറഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാല് ഇതുകൊണ്ടുള്ള അർത്ഥമാക്കുന്നത് ശരിക്കും നമ്മുടെ വേറൊരു ഹിന്ദി സേയിങ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ദിൽമേം രാം ഹാത്ത് മേം കാം എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടാവും അല്ലെ? മന്മേം രാം ഹാത്ത് മേ കാം എന്ന് പറഞ്ഞിട്ട് അല്ലെ? ഹൃദയത്തിൽ രാമനും ഹൃദയത്തിൽ സായി രാമനും ആ കൈകളിൽ സേവനവുമായി നടക്കുന്ന വ്യക്തി, അതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്. അങ്ങനെ ആരാണ് നമ്മുടെ ഫോറസ്റ്റ് എന്ന് പറഞ്ഞ ശരിക്കും പറഞ്ഞാൽ തപോഭൂമിയാണ്, ശരിക്കും തപസ്സനുഷ്ഠിക്കുന്ന ഭൂമിയാണ് അല്ലെ? ഫോറസ്റ്റിൽ എന്താ ഫോർ റെസ്റ്റ് എന്ന് പറയും. എന്ത് റെസ്റ്റ് ആണ്? ശരിക്ക് നമ്മുടെ വിഷയവാസനകൾക്കുള്ള റെസ്റ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഫോർ റെസ്റ്റ്. ഫോർ റെസ്റ്റ് ഈസ് ഫോർ റെസ്റ്റ് എന്ന് സ്വാമി പറയാറുണ്ട്. ഫോറസ്റ്റ് ഈസ് ഫോർ റെസ്റ്റ് അല്ലെ? പണ്ടൊക്കെ നമ്മള് യോഗീശ്വരന്മാരൊക്കെ തപസ് ചെയ്യുന്ന സ്ഥലമാണ് ഈ കാട് അല്ലെങ്കിൽ ഫോറസ്റ്റ്. അത് ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്. എന്താണ് നമ്മൾ വെറുതെ കാര്യകാര്യ വിവേചനങ്ങളൊക്കെ നടത്തി ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അതല്ല വേണ്ടത്, മറിച്ച് ഹൃദയത്തിൽ ഭഗവാനെ പ്രതിഷ്ഠിച്ച് ദിൽമേ രാം ഹാത്ത് മേ കാം, ആ സേവനത്തിൽ മുഴുകുക. നമ്മളിപ്പോ രാമായണം മാസമാണ്, നമുക്ക് ആ ഹൃദയത്തിൽ മുഴുവൻ സായി രാമനെ. പലപ്പോഴും രാമായണ വായന നമുക്കൊരു ഒരു ഒരു റൊട്ടീൻ ആവാറുണ്ട്. ഞാൻ ഇന്നലെ ഞാൻ നോക്കാം അശോകനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പൊ എല്ലാ ഗ്രൂപ്പിലും രാമായണ ക്വിസും രാമായണം ഇതൊക്കെയാണ്. ഞാന് നമുക്ക് എല്ലാവർക്കും അറിയാം, കുട്ടികളൊക്കെ യൂത്തൊക്കെ മനോഹരമായിട്ട് രാമായണമൊക്കെ അവതരിപ്പിക്കുന്നത്. പക്ഷെ നമ്മള് രാമായണം എന്നുള്ളത് ഏത് രാമായണാണ് ശരിക്കും രാമായണം? രാമായണം എന്നുള്ളത്, കൃഷ്ണേട്ട വീഡിയോ ഒന്ന് ഓഫ് ചെയ്താൽ കൊള്ളാം കൃഷ്ണേട്ട. രാമായണം എന്നുള്ളത് 300 തരത്തിലെ രാമായണം ഉണ്ടെന്നാണ് കേട്ടത് കേട്ടോ. 300 മുകളിലുള്ള രാമായണം ഉണ്ടെന്നാ പറയുന്നത്. ഇതിൽ ഏത് രാമായണം ശരി? വാൽമീകി രാമായണം പൂർണ്ണമായിട്ട് ശരിയാണ്. വാൽമീകി രാമായണം, അധ്യാത്മ രാമായണം തമ്മിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട്. ഒന്നില് വെറും രാമൻ, വാൽമീകി അവതരിപ്പിച്ചിട്ട് മര്യാദ പുരുഷോത്തമനായ രാമൻ. അതേപോലെ അധ്യാത്മ രാമായണത്തിൽ വ്യാസഭഗവാൻ അധ്യാത്മ രാമായണം രചിച്ചത് വേദവ്യാസനാണ്. ആ വേദവ്യാസൻ അധ്യാത്മ രാമായണത്തിൽ പറഞ്ഞിരിക്കുന്നത് ഭഗവാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്, അവതാരമായിട്ട്. അപ്പൊ അത് രണ്ടും തമ്മിൽ വളരെ വ്യത്യാസം. പിന്നെയോ തുളസീദാസ രാമായണം, അങ്ങനെ ധാരാളം. പക്ഷെ നമ്മുടെ ശരിയായ രാമായണം ഏതാണ്? രാമകഥാരസവാഹിനി. ഇതൊക്കെ ഒരാൾ എഴുതിയിട്ടുണ്ട് ഇവിടെ, രാമകഥാരസവാഹിനി. കാരണം മറ്റെല്ലാവരും എഴുതിയിരിക്കുന്നത് ബയോഗ്രഫിയാണ്, ജീവചരിത്രമാണ്. പക്ഷെ രാമകഥാരസവാഹിനി ഓട്ടോബയോഗ്രഫിയാണ്. അല്ല, ഓട്ടോബയോഗ്രാഫി എന്ന് പറഞ്ഞാൽ അത് നായകൻ തന്നെ സ്വന്തം ജീവചരിത്രം എഴുതുന്നത്. അതിനേക്കാളും സത്യം വേറുന്നാവോ? ഏതൊരു പ്രൊഫസർ സ്വാമിയോട് ചോദിച്ചപ്പോ വാൽമീകി രാമായണത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞത്, സ്വാമി പറഞ്ഞപ്പോ സ്വാമി പറഞ്ഞത്രേ, ഞാനല്ലേ ചെയ്തത്, അപ്പൊ അവനെന്തറിയാം, എന്റെ കാര്യം എനിക്കല്ലേ കൂടുതൽ അറിയാം, ഞാനല്ലേ ചെയ്തതെന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത്രത്തോളം പറയുന്ന ആ സായി രാമന്റെ രാമായണ. അപ്പൊ നമ്മൾ പലപ്പോഴും നമ്മൾ ഈ രാമായണ പ്രശ്നോത്തരി എന്നൊക്കെ പറഞ്ഞ ക്വിസൊക്കെ നടത്തുമ്പോൾ ഞങ്ങൾ ഗുരുക്കന്മാരുടെ ശ്രദ്ധയ്ക്കും കൂടി പറയാണ്, ഒരിക്കലും രാമായണം ക്വിസ് എന്ന് പറഞ്ഞ് നടത്തരുത്. അത് തെറ്റാണ്. കാരണം ഓരോ രാമായണത്തിലും ഓരോ കാര്യത്തെ പോലെയാ. അതുകൊണ്ട് രാമകഥാരസവാഹിനിയെ ബേസ് ചെയ്തിട്ടുള്ള ക്വിസ് മാത്രമേ നമുക്ക് ശരിയാവുള്ളൂ. അല്ലെങ്കിൽ രാമകഥാരസവാഹിനിയിലെ ചോദ്യങ്ങൾ രാമായണത്തിൽ വാൽമീകി രാമായണം, അധ്യാത്മ രാമായണം, അതിൽ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അപ്പൊ അവിടെ ഇങ്ങനെ നമ്മുടെ കുട്ടികളെ കൺഫ്യൂസ് ചെയ്യിക്കണ്ട. നമുക്ക് രാമകഥാരസവാഹിനി ഡിപ്പെൻഡ് ചെയ്യാം. രാമകഥാരസവാഹിനി ആണ്, ഞാൻ ഇന്നലെ അശോകനോട് പറയായിരുന്നു,
നമ്മൾ പറയുന്ന സ്ഥലത്ത് മുഴുവൻ ഇത് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ടാണ് ഹൃദയത്തിൽ ആ സായി രാമനെ പ്രതിഷ്ഠിച്ചാൽ അത് തന്നെയാണ് രാമൻ. സായി രാമനും രാമനും തമ്മിൽ വ്യത്യാസമില്ല. അപ്പൊ ദിൽമേ രാം ഹാത്മേ കാം എന്ന് പറഞ്ഞാൽ ദിൽമേ സായി, ഹാത്മേ സായി സേവ, അത് തന്നെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ നമ്മൾ ആ സായി സേവനം നമ്മുടെ കൈകളിലൂടെ നിർവഹിക്കപ്പെടുമ്പോൾ ഹൃദയത്തിൽ സായീശ്വരനെ കുടിയിരുത്തി മുന്നേറാനുള്ള ഒരു ആ ദീർഘദർശിത്വം നമുക്ക് നമ്മുടെ കുട്ടികളിൽ പറയാൻ സാധിക്കണം, അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അതുകൊണ്ട് ദയവേത് ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്, ഹാൻഡ്സ് ഇൻ ദ സൊസൈറ്റി എന്നൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും ഇങ്ങനെയൊക്കെ. അതുകൊണ്ട് രാമകഥാരസവാഹിനിയൊക്കെ പാരായണം ചെയ്യുമ്പോൾ അത് നമ്മൾ ഇങ്ങനെ കർക്കിടക മാസത്തില് റൊട്ടീനിൽ മാത്രം കുടുങ്ങിയിട്ട് ആവരുത്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിന്റെ ഭാഗമാകണം എന്ന് എല്ലാവരോടും, അതൊരു പഠന വിഷയമാകണം. രാമകഥാരസവാഹിനിയുടെ പഠനം തന്നെ ഒരു ശരിക്കും പറഞ്ഞാൽ ഓരോ ദിവസം, ഇന്നലെ ഞാൻ രാമകഥാരസവാഹിനി കുറച്ചു നേരം ഭരതൻ ഇവിടുന്ന് പോകുന്ന കാര്യമൊക്കെ ഇത്ര മൈന്യൂട്ടസ്റ്റ് ആയിട്ടാണ് ഭഗവാൻ പറഞ്ഞിരിക്കുന്നത്. അത് രാമായണത്തിലൊക്കെ അത് ശ്രദ്ധിച്ച് ഒരു പാരഗ്രാഫ് കുറച്ച് സമയം എടുത്ത് ഞാൻ ഇന്നലെ വൈഫ് വായിക്കുന്നത് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ശ്രമിച്ചുകൊണ്ടിരിക്കുക, അത് കേൾക്കാൻ വലിയ സുഖമാണ്. ഓരോരോ സെന്റൻസും ശരിക്കും സ്വാമിയുടെ സെന്റൻസ് കേൾക്കുമ്പോൾ എന്ത് സുഖം. കുട്ടമാഷൊക്കെ വായിക്കുമ്പോൾ കേൾക്കുമ്പോൾ നമുക്കിങ്ങനെ വേറെ ലോകത്ത് പോകും. അപ്പൊ അതുപോലെ നമ്മളിങ്ങനെ ആ വായന ശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ വളരെ ഗംഭീരമാണ്. അപ്പൊ അതിലെ സ്വാമിയുടെ വർണ്ണന ആർക്ക് വർണ്ണിക്കാൻ പറ്റും? ഒരു പുഷ്പം വിരിയുന്നത് പോലും ഭഗവാൻ അതിൽ പറഞ്ഞിട്ടുണ്ട്. ആ മനോഹാരിത, വെള്ളച്ചാട്ടത്തിന്റെ ഇതൊക്കെ ആർക്ക് വർണ്ണിക്കാൻ സാധിക്കും? കണ്ട വ്യക്തികളൊക്കെ പറ്റുള്ളൂ. അതുകൊണ്ട് രാമകഥാരസ്വാഹിനി വെറുതെ ഇങ്ങനെ വായിച്ചു പോകുന്നതിന് പകരം അതിലത്തെ ഓരോ കാര്യവും നമ്മൾ വിചിന്തനം ചെയ്യണം എന്ന് ഉറപ്പാ. കാരണം പല കാര്യങ്ങളിലും നമുക്ക് അറിയാത്ത കാര്യങ്ങളുണ്ട്. അതൊക്കെ രാമകഥാരസ്വാഹിനിയിൽ കുറെ സ്വാമി എന്ത് പറഞ്ഞു, ദാറ്റ് ഈസ് ദ ഫൈനൽ തിങ്. അല്ലാതെ നമ്മൾ എത്ര ചോദ്യം ചോദിച്ചാലും ഉത്തരം കിട്ടില്ല. ഞാനിത് പറയാൻ കാരണം സാന്ദർഭികമായിട്ട് പറഞ്ഞതേ ഉള്ളൂ. ഹെഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മസ്തിഷ്കം വനത്തിൽ നല്ല അർത്ഥം. നമ്മള് പല കാര്യങ്ങളിലും മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി കാര്യകാര്യ വിവേചനം നടത്തി സമയം വ്യർത്ഥമാക്കിക്കൊണ്ട്, അല്ലെ വ്യാകരണം പലപ്പോഴും പറയാറില്ലേ, എനിക്ക് സങ്കടം തോന്നാണ്ട് ചിലപ്പോ ഈ രാമായണത്തിലെ കഥാഭാഗത്തിന് അത്ര വലിയ പ്രാധാന്യമൊന്നുമില്ല. രാമായണത്തിലെ കഥാഭാഗമല്ല പ്രാധാന്യം, രാമായണത്തിലെ ആ തത്വവിചാരം, ആ തത്വം നമുക്ക് മനസ്സിലാക്കി കൊടുക്കാൻ സാധിക്കണം അടുത്ത ജനറേഷന്. പലപ്പോഴും അതിന്റെ സാന്ദർഭികതയ്ക്കോ അല്ലെങ്കിൽ രാജ്യത്തിനോ ഇന്ന് ചിലപ്പോ പേരുകളൊക്കെ മാറിയിട്ടുണ്ടാവും. ലീവ് ഇറ്റ്, അതിനൊന്നും പ്രസക്തിയില്ല നമുക്ക്, അതൊന്നും ഒരു പ്രശ്നം. അതുകൊണ്ട് ഈ കോർ ആയിട്ടുള്ള എസൻസിലേക്ക് നമ്മുടെ കുട്ടികളുടെ ശ്രദ്ധ കൊണ്ടുപോകാൻ നമുക്ക് സാധിക്കണം. അല്ലാതെ രാമായണത്തിലെ ക്വസ്റ്റ്യൻസ് ഈ ക്വിസൊക്കെ ചോദിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും ബേസ് ചെയ്യുന്നത് കുട്ടികൾക്ക് ഇതിലൊരു മെമ്മറി ഗെയിം ആയിട്ട് മാറും. മെമ്മറി ഗെയിം അത്ര വലിയ കാര്യമൊന്നുമില്ല. ഇനിയുള്ള കാലത്ത് മെമ്മറിന്റെ ആവശ്യമേ വരുന്നില്ല. അല്ലെ, എന്ത് ചോദിച്ചാലും ഒരു ഇതിൽ നോക്കിയാൽ കിട്ടുമെങ്കിൽ പിന്നെ എന്തിനാ തലയിൽ കൊണ്ട് നടക്കേണ്ട ഭാരം, അതിന്റെ ആവശ്യമില്ല. അതുകൊണ്ട് മെമ്മറി ഗെയിമിലൊന്നും വലിയ കാര്യമില്ല ഇനിയുള്ള കാലത്ത് പ്രത്യേകിച്ച്. അതുകൊണ്ട് മെമ്മറി അല്ല നമുക്ക് ആവശ്യം, അനുഭവമാക്കി മാറ്റാൻ സാധിക്കണം. ഈ രാമായണത്തെ നമുക്ക് ദൈനംദിന അനുഭവമാക്കി മാറ്റാൻ സാധിക്കണം. സായി രാമനെ ഹൃദയത്തിൽ കൊണ്ട് എന്നിട്ട് സേവനം ചെയ്യാം. അതാണ് മന്മേരാം ഹാത്മേക്കാം, ദിൽമേരാം ഹാത്മേക്കാം എന്ന് പറയുന്നത്. അതേപോലെ ഹെഡ് ഇൻ ദ ഫോറസ്റ്റ് എന്ന് പറയുന്നത് തപോഭൂമിയിലായിരിക്കണം. എപ്പോഴും നമ്മൾ ബെസ്റ്റ് എക്സാമ്പിൾ എന്താ ഞാൻ പറയാറുണ്ട് എപ്പോഴും, തൊട്ടിലിൽ കുട്ടിയെ ഉറക്കിക്കിടത്തിയിട്ട് മെല്ലെ ആ തൊട്ടിലിന് കൈ വിടുവിച്ച് അടുക്കളയിലേക്ക് പോയി കുടമെടുത്ത് കിണറ്റിലേക്ക് നടക്കുന്ന അമ്മ, കിണറിലേക്ക് വെള്ളം എടുക്കാനായിട്ട് ആ കുടം താഴ്ത്തുന്നു. അവിടുന്ന് ആ കുടമൊക്കെ നിറഞ്ഞ് പൊക്കി കുടം കയ്യിലേന്തി തിരിച്ചു വന്ന് അടുക്കളയിൽ വെക്കുന്നു. ആ സമയം മുഴുവൻ മെക്കാനിക്കലാണ്. അവിടെയാണ് ഹെഡ് ഇൻ ദ ഫോറസ്റ്റ് വരുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ. അമ്മയുടെ തലയിലേക്ക് ആ കർമ്മം വരുന്നേ ഇല്ല, പക്ഷെ ആ സേവനം ആള് വരുന്നുണ്ട്. കർമ്മം എവിടെയാ വരുന്നത്? കുട്ടിയില. കുട്ടി തൊട്ടിൽ ഉറങ്ങുന്നുണ്ട്, ആ കുട്ടി അറിയുന്നുണ്ടോ? ഇവിടെയാണ് ഭഗവാനെ കുറിച്ച് നമുക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും ആ ഈശ്വരന്റെ കർമ്മമാണ് ഞാൻ നിർവഹിക്കുന്നത്. ഓവറോൾ വിഷൻ എന്ന് ഞാൻ മുമ്പ് ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. ആ ലണ്ടൻ മേയർ ഐ ആം ബിൽഡിംഗ് വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറഞ്ഞൊരു ഉദാഹരണം ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിരുന്നു.
വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന മനോഹരമായ പള്ളി പണിയുമ്പോൾ ഒരു മേസന്റെ അടുത്ത് ലണ്ടൻ മേയർ ചോദിച്ചു വാട്ട് ആർ യു ഡൂയിങ് എന്ന് പറഞ്ഞപ്പോൾ ആ മേസൺ പറഞ്ഞ മറുപടി സർ ഐ ആം ബിൽഡിംഗ് വെസ്റ്റ് മിനിസ്റ്റർ ആബി എന്ന് പറഞ്ഞു. അവന് പറയാമായിരുന്നു ഞാനൊരു കല്ലെടുത്ത് വെക്കുകയാണ്, അതല്ല പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഇവിടെ വലിയൊരു അൺവീലിംഗ് ആണ് അവിടെ നടക്കേണ്ടത്. അത് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ഹെഡ് ഇൻ ദ ഫോറസ്റ്റ്, ഹാൻഡ്സ് ഇൻ ദ സൊസൈറ്റി. ഇനി അടുത്തത് മാൻ, MAN, ആ മനുഷ്യൻ എന്നുള്ളതിന് ഭഗവാൻ കൊടുക്കുന്ന ഡെഫിനിഷൻ എന്ത് മനോഹരമാണെന്നോ ഒന്ന് ശ്രദ്ധിച്ചു കേട്ടോ. അത് ഇംഗ്ലീഷിൽ വളരെ മനോഹരമാണ്. വൺ ഹൂ ഓവർസീസ് അല്ലെങ്കിൽ ഓവർകംസ് മായ ആൻഡ് അറ്റൈൻസ്, അല്ലെങ്കിൽ വൺ ശ്രദ്ധിച്ചു കേട്ടോ, വൺ ഹൂ ഓവർകംസ് ബ്രാക്കറ്റിലെ മായ ആൻഡ് അറ്റൈൻസ് ബ്രാക്കറ്റിലെ ആത്മ. എത്ര മനോഹരമാണ്. അടുത്തത് ആൻഡ് എൻജോയ്സ് നിർവാണ. അപ്പൊ MAN ഫുൾ ഫോം ആയി. അപ്പൊ എം എന്ന് പറഞ്ഞാൽ എന്താണ്? എം എന്ന് പറഞ്ഞാൽ മായ. അങ്ങനെ എഴുതിയാൽ പോരാ കേട്ടോ, ഈ സെന്റൻസ് മുഴുവൻ എഴുതിയാലേ നമുക്ക് അതിന്റെ ഭംഗി കിട്ടുള്ളൂ. എം എന്ന് പറഞ്ഞാൽ മായ, എ എന്ന് പറഞ്ഞാൽ ആത്മാവ്, എന്ന് പറഞ്ഞാൽ നിർവാണം. അപ്പൊ എന്താണ് പറയുന്നത്? നമ്മൾ ഉദ്ദേശിക്കുന്നത് മാൻ എന്നാൽ വൺ ഹൂ ഓവർകം, മായയെ അതിജീവിക്കാൻ, എമ്മിനെ അതിജീവിക്കാനും, പിന്നെയോ ആത്മനെ ലഭിക്കാനും, പിന്നെയോ നിർവാണത്തെ എൻജോയ് ചെയ്യാനും, അതിനെ പ്രാപ്തമാകുന്നവനാരോ അവനാണ് മനുഷ്യൻ. നവ അല്ലെ, എപ്പോഴും ആ നവമായിരിക്കുന്ന. അതുകൊണ്ട് മനുഷ്യൻ എന്നുള്ളതിന് ഭഗവാൻ കൊടുത്ത ഡെഫിനിഷൻ എന്താണെന്നുള്ളത് നമുക്കറിയണം. ഇംഗ്ലീഷ് കുറച്ച് അറിയുന്നവർക്ക് കുറച്ചുകൂടി എളുപ്പമായി അല്ലെ. MAN എന്താ പറയണത്? വൺ ഹൂ, ആരാണോ വൺ ഹൂ ഓവർകംസ് ആൻഡ് അറ്റൈൻസ് ആൻഡ് എൻജോയ്സ് അപ്പൊ മായ, പിന്നെ രണ്ടാമത്തെ ആത്മ, മൂന്നാമത്തത് നിർവാണ. മായയെ വിപാടനം ചെയ്ത് ആത്മനെ ലഭ്യമാക്കി വരിച്ച്, പിന്നെയോ ആ നിർവാണത്തെ നിർവാണത്തിൽ ഇങ്ങനെ അനുഭൂതി നുകരുക. ഇതാണ് മനുഷ്യൻ എന്നുള്ള പദത്തിന്റെ അർത്ഥമായിട്ട് ഭഗവാൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. വൺ ഹൂ ഓവർകംസ് മായ, അറ്റൈൻസ് ആത്മ ആൻഡ് എൻജോയ്സ് നിർവാണ. മനോഹരമായ കൺസെപ്റ്റ്. കേട്ടു എന്ന് വിചാരിക്കുന്നു. എക്സ്പ്ലെയിൻ ചെയ്യുമ്പോഴേക്കും കുറേ സമയം പോകും. നമ്മൾ ആകെ 7 എണ്ണേ ആയിട്ടുള്ളൂ. കുറെ ഇനി എത്ര എണ്ണം ഉണ്ട് അറിയും. അപ്പോ അടുത്തത് ഭഗവാൻ ഹിന്ദു എന്നുള്ളതിനെ കുറിച്ച് ഡിഫൈൻ ചെയ്ത് എല്ലാവർക്കും അറിയുമെന്ന് വിശ്വസിക്കുന്നു. പക്ഷെ ബാലവികാസ് സിലബസിലുള്ളത് ഞാൻ പറയുന്നു. ഹിന്ദു എന്നുള്ളതിന് ഹിംസ ദൂരെ എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഹിന്ദുള്ളതിന് രണ്ടിനെ ഹിന്ദു, ദു എന്നുള്ള ദൂരെ, ഹിം എന്നുള്ള ഹിംസ. അപ്പൊ ഹിംസ ദൂരെ എന്നാണ് അത്ര ഹിന്ദു എന്ന് പറഞ്ഞാൽ അർത്ഥം. അതിന്റെ കൂടെ HINDU എന്നുള്ളതിന്റെ ഡെഫിനിഷൻ ഭഗവാൻ പറഞ്ഞത് മനോഹരമാണ്. ഇത് ഓരോന്നിനെ കുറിച്ച് എന്തൊക്കെ പറഞ്ഞു കൊടുക്കാന്നറിയാം നമ്മുടെ കുട്ടികൾക്ക്. ഈ നമുക്ക് വർണ്ണിക്കുമ്പോ ഈ ഹിന്ദു എന്നുള്ളത് സനാതനധർമ്മം, ഹിന്ദു എന്ന് പറയാൻ തന്നെ പലർക്കും ഇപ്പൊ പേടിയാണ്. കാരണം അങ്ങനെ നാടൊക്കെ അങ്ങനെ ആയി കഴിഞ്ഞു. ഇപ്പോ ഞാനൊരു ഹിന്ദു ആണെന്ന് പറയുമ്പോൾ നമുക്ക് എന്തോ വലിയൊരു വർഗീയവാദി എന്നൊക്കെ പറയുന്ന പോലെ തോന്നും പലപ്പോഴും. ഇവിടെ ഹിന്ദു എന്നുള്ളതിന് ഭഗവാൻ പറഞ്ഞിരിക്കുന്ന ഡെഫിനിഷൻ എന്താ അറിയോ? H എന്ന് പറഞ്ഞാൽ ഹ്യൂമാനിറ്റി. ആ മാനവീയതയെ കുറിച്ചിട്ടുള്ള ആ മാനവികതയുടെ ആ ഭഗവാന്റെ കൺസെപ്റ്റ്, സമസ്ത ലോക സുഖിനോ ഭവന്തു എന്നുള്ള നമ്മുടെ സനാതനധർമ്മത്തിലെ മൂല്യങ്ങൾ മുഴുവൻ ലോകത്തിന് മുഴുവൻ സുഖം ഭവിക്കട്ടെ എന്നുള്ളത്, ആ കൺസെപ്റ്റ് നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാം. അതുപോലെ ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വ വികാസം. ഇൻഡിവിജ്വാലിറ്റി, വ്യക്തിത്വം എങ്ങനെയാ വികസിപ്പിക്കുക, അത് നമുക്ക് ഭഗവാന്റെ കൺസെപ്റ്റ് വെച്ചിട്ട് പറഞ്ഞു കൊടുക്കാം. അപ്പൊ ഹ്യൂമാനിറ്റി, ഇൻഡിവിജ്വാലിറ്റി, പിന്നെ അടുത്തത്
നാഷണാലിറ്റി, ദേശീയത. ഞാൻ അന്ന് പറഞ്ഞില്ല, സ്മരിപ്പിൻ ഭാരതീയരേ നമിപ്പിൻ മാതൃഭൂമിയെ. എത്രയുണ്ട് നമുക്ക് മാതൃഭൂമിയെ കുറിച്ചിട്ടുള്ള വർണ്ണിക്കാനൊക്കെ എത്രയോ ഇത് ഓരോ വേർഡിനെ കുറിച്ചിട്ടും നമുക്കൊരു ക്ലാസ് എടുക്കാൻ പറ്റും, വലിയ ക്ലാസ് എടുക്കാൻ പറ്റും. എത്ര എക്സാമ്പിൾ കവിതകളുടെ അതേപോലെ. അപ്പോ ഹിന്ദു എന്നുള്ള ഒരു വേർഡ് വെച്ച് നിങ്ങൾക്ക് ഒരു ബാലവികാസ് ക്ലാസ് മിനിമം ഒരു ക്ലാസ് എടുക്കാം. മിനിമം HIN എന്ന് പറഞ്ഞാൽ നാഷണാലിറ്റി, ഡിവിനിറ്റി, ഈശ്വരീയത. അതിന് തന്നെയാണല്ലോ ബാലവികാസ്. അല്ല, ഞാൻ ഡിവൈൻ ആണെന്ന് ബോധ്യപ്പെടുത്തണം. മനുഷ്യനിലുള്ള ആത്മീയതയെ കുറിച്ച്, ആ സ്പിരിച്വൽ ഡൊമൈൻ ആത്മീയതയെ കുറിച്ച് ബോധ്യം വരുത്താനാണ്. അതിനെക്കുറിച്ച് എത്ര വർണ്ണിച്ചാലാണ് മതിയാവുക? എന്റെ അവസാനത്തെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് യൂണിറ്റി ഇൻ ഡൈവേഴ്സിറ്റി, അല്ലെ? അതുകൂടാതെ ത്രികരണ ശുദ്ധി, നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ആ തത്വം. അതുകൂടാതെ ആ ത്രികരണ ശുദ്ധി, 3 വാക്ക്, വിചാര, ചിന്ത, വാക്ക്, പ്രവൃത്തി എന്നിവയുടെ ശുദ്ധീകരിച്ചിട്ടുള്ള ഏകീകരണം നമ്മൾ ഇതിനു മുമ്പ് പലതവണ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഈ ഹിന്ദു എന്നുള്ള ഒറ്റ പദം ഉപയോഗിച്ച് നമുക്ക് എത്ര വലിയൊരു ഉപന്യാസം എഴുതാം. ആലോചിച്ച് നോക്കൂ. ഈ സാധ്യത നിങ്ങൾ എപ്പോഴെങ്കിലും ഉൾക്കൊണ്ടിട്ടുണ്ടോ? അല്ലാതെ നമ്മൾ അതൊന്നും അബ്രിവേഷൻ ആയിട്ട് ഇങ്ങനെ പറയാൻ പറ്റുമോ? അതിങ്ങനെ അതിന്റെ ഫുൾ പേര് പറയാൻ പറ്റുമോ? ഹ്യൂമാനിറ്റി. അങ്ങനെ ഹ്യൂമാനിറ്റി, I ഇൻഡിവിജ്വാലിറ്റി, N നാഷണാലിറ്റി, D ഡിവോഷൻ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ അല്ലേ പറയുന്നത്? ഡിവിനിറ്റി, ഇങ്ങനെയൊക്കെയല്ലേ നമ്മൾ പറയുന്നു. അതിന് പകരം അതിന് ഓരോന്നിനെയും കുറിച്ച് നമുക്ക് ആ ഭഗവാനെ കാണിച്ചുകൊണ്ടും മഹാന്മാരുടെ വാക്കുകൾ പറഞ്ഞുകൊണ്ടും ആ ഓരോ വാക്കിന്റെയും അർത്ഥവ്യാപ്തിയൊക്കെ പറഞ്ഞു കൊടുത്താലേ ഹിന്ദു എന്നുള്ളതിന്റെ സാമാന്യ അർത്ഥം നമുക്ക് കൺവേ ചെയ്യാൻ സാധിക്കുള്ളൂ. ഞാനിപ്പോ പറഞ്ഞ പോലെ ഒന്നും പറഞ്ഞാൽ പോരാ. ഞാനിത് പറയാത്ത ഡീറ്റെയിൽ ആയിട്ട് പറയാൻ പോയാൽ എത്ര പറഞ്ഞാലും തീരില്ല. അതുകൊണ്ട് ഹിന്ദു കൊണ്ട് വെച്ച് മാത്രം ഇന്നത്തെ ക്ലാസ് മുഴുവൻ തീരേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റും. നമ്മൾ എത്രയോ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു സനാതന ധർമ്മ തത്വങ്ങൾ. അപ്പൊ അത് വെച്ചിട്ട് ഈ ഹ്യൂമാനിറ്റിയെ കുറിച്ചും വ്യക്തിത്വ വികാസത്തെ കുറിച്ചും, ആ ഡൊമൈൻസ് ഓഫ് പേഴ്സണാലിറ്റി, ആ സമയത്ത് അതൊക്കെയാ. ഇൻഡിവിജ്വാലിറ്റിനെ കുറിച്ച് പറയുമ്പോൾ, വ്യക്തിത്വത്തിനെ കുറിച്ച് പറയുമ്പോൾ വ്യക്തിശാന്തിയാണ് വിശ്വശാന്തി, അല്ലെ? പിന്നെ ഞാൻ പറഞ്ഞില്ല, ഒരു മിന്നാമിനിങ് പോലെയെങ്കിലും ആയാ മതി, അല്ലെങ്കിലോ ലോകത്തിന് മുഴുവൻ സൂര്യനെ പോലെ ആവാം. എത്ര സുപുത്ര കുലദീപക, ഇതൊക്കെ പറഞ്ഞു കൊടുക്കാവുന്നതാണ് അവിടെ. നാടിനെ മുഴുവൻ അല്ല ആയിരക്കണക്കിന് ആൾക്കാരുടെ കല്ലേറ് കൊള്ളുന്ന തെരുവ് ആകുന്നതിനേക്കാൾ എത്രയോ മഹത്തരമാണ് ആയിരക്കണക്കിന് ആൾക്കാർക്ക് വെളിച്ചം കൊടുക്കുന്ന ഒരു തെരുവ് വിളക്കാകുന്നത്. ബി എ സ്ട്രീറ്റ് ലാമ്പ്, ഡോണ്ട് ബിക്കം എ സ്ട്രീറ്റ് ഡോഗ്. ഇതൊക്കെ നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുത്തൂടെ? ഇൻഡിവിജ്വാലിറ്റി പറയുമ്പോൾ എന്തൊക്കെ പറയാം, വ്യക്തിത്വ വികാസം, അല്ലെങ്കിൽ I to V യാത്ര, എന്നിൽ നിന്ന് ഈശ്വരനിലേക്കുള്ള യാത്ര, ഫ്രം I to V. അതൊക്കെ മനോഹരമായ ഒരു കൺസെപ്റ്റ് ആണ് നമുക്ക് പറഞ്ഞു കൊടുക്കുക. അപ്പൊ ഹിന്ദു എന്നുള്ള ഒരു പദം അസാമാന്യമായ അർത്ഥവും വ്യാപ്തിയുള്ളതാണ്. അത് നമുക്ക് നമ്മുടെ അടുത്ത ജനറേഷന് ഫുൾ ഫ്ലെഡ്ജഡ് ആയിട്ട് കൈമാറാൻ സാധിക്കണം ബാലവികാസിലൂടെ. നമ്മൾ ആദ്യം ഉൾക്കൊണ്ടാൽ ഇതൊക്കെ പറ്റുള്ളൂ. ഇതിന്റെ സാധ്യതകളൊക്കെ നമ്മൾ എഴുതി വെക്കണം. ഹിന്ദു എന്നുള്ളതിനെ കുറിച്ച് ഞാൻ ഒരു വലിയ ഉപന്യാസം തന്നെ എഴുതിയിട്ടുണ്ട് മുമ്പ്. എത്ര എഴുതിയാലും തീരില്ല, അത്രയ്ക്കും ഉണ്ട് അതിന്റെ ഓരോ വേർഡിനുമുള്ള അർത്ഥവ്യാപ്തി. അത്രയധികം കാര്യങ്ങൾ. ഇതൊക്കെ നമ്മുടെ അടുത്ത കുട്ടികളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കണം. അടുത്തത് ഹാപ്പിനെസ്സിനെ കുറിച്ച് ഭഗവാൻ പറയുന്ന ഒരു വലിയ തത്വമുണ്ട്. ഇത് നമുക്ക് സീലിംഗ് ഓൺ ഡിസൈസ് ഒക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ടതാണ്. സീലിംഗ് ഓൺ ഡിസൈസ് പറയുമ്പോൾ സീലിംഗ് ഓൺ ഡിസൈസിന്റെ പ്രോഡക്റ്റ് എന്താണെന്ന് ചോദിക്കും. What is the product of sealing on desire? Is this happiness. Product of sealing on desire is happiness. എന്താ കാരണം? ലൈഫ് മൈനസ് ഡിസൈർ ഈക്വൽ ടു ഗാഡ്. വൈ എന്നുള്ള ഉത്തരമാണ് ഞാൻ പറയുന്നത്. ഇതൊക്കെ വേണമെങ്കിൽ നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം. ഇതാണ് ചോദ്യം. സീലിംഗ് ഓൺ ഡിസൈർസ് നിന്ന് കിട്ടുന്ന പ്രോഡക്റ്റ് എന്താണ്? അതിന്റെ ഉൽപ്പന്നം എന്താണ്? ആനന്ദമാണ്, ഹാപ്പിനെസ് ആണ്. വൈ? എന്തുകൊണ്ട്? ജീവിതം മൈനസ് ആഗ്രഹം ഈക്വൽ ടു ഗാഡ്. ഗാഡ് എന്നാൽ ആനന്ദ സ്വരൂപനാണ്. അപ്പൊ പുട്ട് എ സീലിംഗ് ഓൺ യുവർ ഡിസൈർസ്.
അപ്പൊ ജീവിതത്തിൽ നിന്ന് പുട്ട സീലിംഗ് ഓൺ യുവർ ഡിസൈസ് ആയി കഴിഞ്ഞാൽ അവിടെ ഗോഡ് ആയി കഴിഞ്ഞു. മറിച്ച് അപ്പൊ ഈശ്വരനോട് അടുക്കുന്നു, ആനന്ദം കൂടി വരുന്നു. അതിന് ഒരു ഇൻഡെക്സ് കൊടുത്തിട്ടുണ്ട് ഭഗവാൻ. ആ ഇൻഡെക്സ് എന്താ അറിയോ? എല്ലാവർക്കും അറിയെന്ന് വിശ്വസിക്കുന്നു. ഞാൻ പലതവണ പല ക്ലാസ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഹാപ്പിനെസ് ഇൻഡെക്സ് എന്നാ പറയാ. മാത്തമാറ്റിക്സ് ആണത്. എത്ര മനോഹരമായ ഒരു റേഷ്യോ ആണ്. ഹാപ്പിനെസ് ഇൻഡെക്സ് ഈക്വൽ ടു, ഇംഗ്ലീഷിൽ പറയാട്ടോ, എന്ത് മലയാളത്തിൽ പറഞ്ഞു. ഹാപ്പിനെസ് ഇൻഡെക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസൈർസ്. നമ്പർ ഓഫ് ഡിസൈർസ്, ഡിസൈർസ് പറഞ്ഞ ആഗ്രഹങ്ങൾ. നമ്പർ ഓഫ് ഡിസൈർസ് ഫുൾഫിൽഡ് divided by number of desires entertained. ആഗ്രഹം. അപ്പൊ ഇനി മലയാളത്തിൽ പറഞ്ഞുതരാം. ഹാപ്പിനെസിന്റെ, ആനന്ദത്തിന്റെ തോത്, ഒരു ഇൻഡെക്സ്. നമുക്ക് അതിനെ എങ്ങനെയാ വർണ്ണിച്ചിരിക്കുന്നത് അറിയോ? ഒരു ഭിന്നമായിട്ട് വർണ്ണിച്ചിരിക്കുക. എങ്ങനെയാ? ആ ഭിന്നത്തിന്റെ മുകളിൽ എന്താ ഉള്ളത്? അംശമായിട്ടുള്ളത് നമ്മൾ എത്ര ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ചുവോ ആ ആഗ്രഹങ്ങളുടെ എണ്ണം. അടിയില് ഛേദമായിട്ട് വരുന്നത് അംശം. ഇപ്പൊ ഈ പറഞ്ഞത് ഛേദമായിട്ട് വരുന്നത് നമ്മൾക്ക് എത്ര ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നുവോ അത് ആണ് ഈ താഴെയുള്ളത്. അപ്പൊ ഹാപ്പിനെസ് ഇൻഡെക്സ് ഈക്വൽ ടു നമ്പർ ഓഫ് ഡിസൈർസ് ഫുൾഫിൽഡ് ഈക്വൽ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഡിസൈർസ് എന്റർടൈൻഡ്. ഇനി ഇതൊന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. എന്ത് മനോഹരമായിട്ട് അനലൈസ് ചെയ്യാന്നറിയോ? ശരിക്കും മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് അതിഗംഭീരമായിട്ടാണ് അനലൈസ് ചെയ്യാൻ പറ്റും. എന്താ കാര്യം എന്നറിയോ? ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് എപ്പോഴാ 1 ആവുക, 100% ആവുക എന്നുള്ളത് ആ പൂർണ്ണ സച്ചിദാനന്ദമായിട്ട് നമുക്ക് വർണ്ണിക്കാൻ സാധിക്കും. ഇതിനെ മാത്തമാറ്റിക്കലി വർണ്ണിക്കാൻ. ശരിക്കും ഇന്റഗ്രേഷൻ ടെക്നിക്ക് സ്കൂളിലൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയൊരു സാധനമായിട്ട്. കാരണം ഇവിടെ ആലോചിച്ച് നോക്കൂ, ഛേദമായ, അതായത് ഡിനോമിനേറ്റർ ഇതിൽ പറഞ്ഞിരിക്കുന്നത് നമ്പർ ഓഫ് ഡിസൈർസ് എന്റർടൈൻഡ് ആണ്. നമുക്ക് എത്ര ആഗ്രഹങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു. അത് വളരെയധികം കൂടിയാല്, ആലോചിച്ച് നോക്കൂ, അത് വളരെയധികം കൂടിയാല് മുകളിലുള്ള അംശം വളരെ കുറയും. എല്ലാ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കാൻ സാധിക്കില്ലല്ലോ. ആഗ്രഹങ്ങൾ കുറച്ചു, ഭഗവാന്റെ സീലിംഗ് ഓൺ ഡിസൈർസ് പ്രാബല്യത്തിലാക്കിയെന്ന് വിചാരിച്ചോളൂ. അപ്പൊ എന്ത് ചെയ്യും? ആഗ്രഹങ്ങൾ കുറയുമ്പോ അതിന് കുറെ മെത്തേഡൊക്കെ പറയുന്നത്. നമ്മളൊരു ക്ലാസ് സീലിംഗ് ഓൺ ഡിസൈർസിനെ കുറിച്ച് എടുക്കുന്നുണ്ട്, അത് വേറെ ക്ലാസ്സിൽ. അപ്പൊ അതില് ഞാൻ ആ മെത്തേഡ്സ് ഒക്കെ പറഞ്ഞുതരാം. അപ്പൊ അതില് ആ ആഗ്രഹങ്ങൾ കുറയ്ക്കുമ്പോ അതില് താഴത്തേക്ക് വരുമ്പോ ആലോചിച്ച് നോക്കൂ, ആഗ്രഹങ്ങൾ കുറഞ്ഞു വരുമ്പോ ഡിനോമിനേറ്റർ കുറയും. അപ്പൊ മുകളിൽ എന്താവും? പെട്ടെന്ന് ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കപ്പെടും. അപ്പൊ എന്താവും? രണ്ടും കൂടി ഈക്വൽ ആവും. അപ്പൊ 100% വേഗാവും. ആനന്ദചിത്തനായി മാറും. ആനന്ദലബ്ധി ഇനി എന്ത് വേണം എന്ന് നമുക്കിങ്ങനെ ഒരു പറയാൻ സാധിക്കും. അങ്ങനെ അതുകൊണ്ടാണ് ഭഗവാൻ സിഒഡിന്റെ ഫുൾ ഫോം എന്താ പറഞ്ഞിരിക്കുന്നത്? സീലിംഗ് ഓൺ ഡിസൈർസ് എന്ന് പറയും. പക്ഷെ ഭഗവാൻ അതിനെ വേറൊരു പേര് കൊടുത്തിട്ടുണ്ട്, കാൾ ഓഫ് ഡിവിനിറ്റി. സീലിംഗ് ഓൺ ഡിസൈർസ് ഈക്വൽ ടു കാൾ ഓഫ് ഡിവിനിറ്റി. അതും സിഒഡി ആണ്. ഈശ്വരന്റെ വിളിയാണത്രേ, ഡിവൈന്റെ വിളിയാണ് ഈ സീലിംഗ് ഓൺ ഡിസൈർസ്. അതുകൊണ്ടാണ് ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഇത്ര പ്രധാനപ്പെട്ടത്. നമ്മൾ ഈ ഹാപ്പിനെസ് ഇൻഡെക്സ് ഒന്ന് ബോർഡിലൊക്കെ എഴുതിയിട്ട് നമ്മുടെ കുട്ടികൾക്കൊന്ന് പറഞ്ഞു കൊടുത്താലുണ്ടല്ലോ അങ്ങേയറ്റത്തെത്തും. അപ്പൊ കോൾ ഓഫ് ഡിവിനിറ്റി എന്താണെന്നുള്ളത് ഒരു അടുത്ത ജനറേഷനിലേക്ക് നമുക്ക് പകർന്നു കൊടുക്കാൻ സാധിക്കും. കോൾ ഓഫ് ഡിവിനിറ്റി, അതാണ് സീലിംഗ് ഓൺ ഡിസൈർ. അപ്പൊ സീലിംഗ് ഓൺ ഡിസൈർസ് കുറിച്ച് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയാം. ഹാപ്പിനെസ് ഇൻഡെക്സ് പക്ഷെ നമുക്കൊന്ന് ഇതിന് നിങ്ങളൊന്ന് ഈ അംശവും ചെയ്തും ഒക്കെ എഴുതിയിട്ട് ഒന്ന് മനസ്സിരുത്തണം. വെറുതെ ഇങ്ങനെ ബൈഹാർട്ട് പഠിക്കരുത്. അതിന് മുകളിൽ ഈ റേഷ്യോ എങ്ങനെയാണ് ഒന്നാക്കുക? റേഷ്യോ ഒന്നാക്കണമെങ്കിൽ ഛേദം, അതായത് ഡിനോമിനേറ്റർ കുറച്ച് കുറയ്ക്കണം. ഡിനോമിനേറ്റർ കുറച്ചാൽ കറസ്പോണ്ടിംഗ്ലി മറ്റത്, അതായത് അതിന്റെ ന്യൂമറേറ്റർ, അതായത് അംശം, അതെന്താവും? പെട്ടെന്ന് അതിന്റെ റേറ്റ് ഓഫ് ഫുൾഫില്ലിംഗ് വിൽ ഇൻക്രീസ്. എന്തുകൊണ്ട്? താഴെ വളരെ കുറവാണ്. അപ്പൊ ഡിനോമിനേറ്റർ കുറയുന്തോറും ആ ന്യൂമറേറ്ററും പെട്ടെന്ന് അത് രണ്ടും തമ്മിലുള്ള ആ ഈക്വാലിറ്റി വന്നുകൊണ്ടേയിരിക്കും. അത് തമ്മിൽ ഇത് മാത്തമാറ്റിക്സ് അറിയുന്നവർക്ക് ഒന്ന് അംശം ചെയ്തത് ഒക്കെ സ്കൂൾ മാത്തമാറ്റിക്സ് ആണ്, അല്ലാതെ കോളേജ് മാത്തമാറ്റിക്സ് ഒന്നുമല്ല. വളരെ എളുപ്പത്തിൽ മനസ്സിലാവുന്ന മാത്സ് ആണ്. അതുകൊണ്ട് ഇത് സീലിംഗ് ഓൺ ഡിസൈർസ് ഈക്വൽ ടു കോൾ ഓഫ് ഡിവിനിറ്റി എന്നുള്ളത് മനസ്സിലാക്കുക. അത് നമുക്കിനി പിന്നീട് പറയാം. ഇനി അടുത്തത് നേരത്തെ പറഞ്ഞ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്പിരിച്വൽ സത്യം, ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ്. അതൊരു വലിയ തിയറിയാണ്. എന്തൊരു മഹത്തരമായ തത്വമാണ്. ആലോചിച്ചു നോക്കൂ.
ബീയിങ് എന്നുള്ളതിന് നമുക്ക് മലയാളത്തിൽ ശരിക്കും പറയാൻ പറ്റുന്ന ഈ സ്വത്വം എന്ന് കേട്ടിട്ടുണ്ടല്ലോ, നിങ്ങൾ അങ്ങനെ ഒരു വേർഡ് ഉണ്ട്, സ്വത്വം, തന്റേതായ സ്വത്വം. സത്വം അല്ല കേട്ടോ, സത്വം വേറെ സ്വത്വം, സത്വം എന്ന് പറയുന്നത് സ്വത്വം എന്ന് പറയുന്നത് തന്റേതായ ആ യഥാർത്ഥ സവിശേഷത, യഥാർത്ഥ ഞാൻ എന്ന് പറയും. ഭഗവാൻ 3 തരത്തിലുള്ള പേഴ്സണാലിറ്റി പറയാറുണ്ടല്ലോ. ദ വൺ ഹൂ തിങ്ക്, ദ വൺ ഐ തിങ്ക് വാട്ട് ഐ ആം, അല്ലെ? ദെൻ ദ വൺ അതേഴ്സ് തിങ്ക് വാട്ട് ഐ ആം, ദെൻ ദ വൺ ഐ റിയലി ആം. ഞാൻ എന്റെ ശരിയായിട്ടുള്ള ആ രൂപമുണ്ടല്ലോ, അതാണ് ഈശ്വരൻ, അല്ലെങ്കിൽ ഞാൻ ശരിയായിട്ടുള്ള രൂപം. ആ സ്വത്വത്തിനെ പലപ്പോഴും അത് ഇല്ലാതാകുന്നു. എങ്ങനെ? ബിക്കമിങ്. ഇതിന് ഇന്നത്തെ നമുക്ക് ഇത് വളരെ നമ്മുടെ ജനറേഷന് പറഞ്ഞു കൊടുക്കേണ്ടത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ലോസ്റ്റ് ആണ്, ലാസ്റ്റ് അല്ല കേട്ടോ. ബീയിങ് ഈസ് ലോസ്റ്റ്, ബീയിങ് ഈസ് ലോസ്റ്റ് ഇൻ ബിക്കമിങ്. ബീയിങ് ഈസ് ലോസ്റ്റ് ഇൻ ബിക്കമിങ്. എന്താ, എങ്ങനെയാണ് നമ്മളുടെ ഇത് രണ്ടർത്ഥത്തിൽ പറഞ്ഞാലും കറക്റ്റാ. സ്പിരിച്വൽ മീനിങ്ങിൽ പറഞ്ഞാലും ഫിസിക്കൽ മീനിങ്ങിൽ പറഞ്ഞാലും കറക്റ്റാണ്. പലപ്പോഴും നമ്മളൊന്ന് ആലോചിച്ച് നോക്കും, നമുക്കറിയില്ലേ നമ്മളുടെ വെറും വേൾഡ്ലി മീനിങ് എടുത്തു കഴിഞ്ഞാല് ആ കഴിവുകളൊക്കെ വർദ്ധിച്ചു കൊണ്ടിരിക്കുമ്പോ അതിന്റെ കൂടെ എന്ത് വരും? നമുക്ക് അതിന്റെ കൂടെ തന്നെ വരും അഹങ്കാരം, ഈഗോ, അല്ലെ? അഹങ്കാരം വന്നു കഴിഞ്ഞാൽ എന്താവും? തന്നെത്താൻ മറക്കും, അല്ലെ? തന്നെത്താൻ മറക്കും. ഈ തന്നെത്താൻ മറന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ ഈശ്വരനെയും മറക്കും. തന്നെത്താൻ മറന്നവരെ ആരെയൊക്കെ മറക്കും? നമ്മള് തന്നെത്താൻ മറന്ന് നമ്മുടെ സ്വന്തം ആദ്യം അച്ഛനും അമ്മയിലേക്ക് മറക്കും, പിന്നെ ബന്ധുജനങ്ങളെ മറക്കും, നമ്മളെ വളർത്തിയവരെ അല്ലെങ്കിൽ നമ്മുടെ ഗുണകാംക്ഷികളെ മുഴുവൻ മറക്കും, നമുക്ക് അടുത്തുള്ള ഏറ്റവും നമ്മുടെ ദൈവീ സമ്പത്തുകളെ മുഴുവൻ മറക്കും, സത്യധർമാദികളെ മറക്കും. പിന്നെയോ അവിടെ ബീയിങ് ഈസ് ലാസ്റ്റ്. ബിക്കമിങ്, എന്തോ ആയിത്തീരാനുള്ള ആ പ്രോസസ്സിൽ ആ സ്വത്വം മറക്കുന്നു, ആ തന്റേതായ. ഇതാണ് സത്യം പറഞ്ഞാൽ ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ്. ഇത് വലിയൊരു പ്രിൻസിപ്പിളാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്ക്. നമ്മുടെ സ്പിരിച്വൽ മീനിങ്ങിലും ഇതേപോലെ തന്നെയാണ്, സ്പിരിച്വൽ ലെവലിൽ ഇങ്ങനെയാണ്, അല്ലെ? ഒരു വലിയ പ്രഭാഷകനായി തീരാനുള്ള വ്യഗ്രതയില് സകല മൂല്യങ്ങളും മറന്നിട്ട് മറ്റുള്ളവരെ തരം താഴ്ത്തി കെട്ടാനുള്ള എല്ലാ അവസരങ്ങളും മാക്സിമം ഉപയോഗിച്ച്, അപ്പോ അങ്ങനെയുള്ള ഒരു നല്ല ഭജന ഗായകനാകാനുള്ള വ്യഗ്രതയില് അങ്ങേയറ്റത്തെ അഭിലാഷത്തോടുകൂടി ആഗ്രഹത്തോടുകൂടി സമിതിയിലേക്ക് ഭജന പാടാനായി വന്ന ഞാൻ ഭജനയിൽ മുഴുകി, ഭജനയിൽ ആനന്ദം കണ്ടെത്തി. ക്രമേണ ആ ഭജനയിലെ ആനന്ദം എന്റെ ശബ്ദത്തിനോടുള്ള പ്രത്യേക മമതയായിട്ട് മാറി. ആ ശബ്ദത്തിന് എന്തോ ദിവ്യത ഉണ്ടെന്നും അത് എന്റെ കഴിവുകൊണ്ട് ഉണ്ടായതാണെന്നും വിചാരിച്ച് മറ്റുള്ളവരുടെ കഴിവിനെ മാനിക്കാതെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും പദവിയോ മുൻഗണനയോ ഒക്കെ കിട്ടുമ്പോൾ അതിനോടുള്ള വൈരാഗ്യമായി മാറി, അത് കലഹമായി മാറി. സമിതിയിലും പരസ്പര വിദ്വേഷവും, അതെന്തുകൊണ്ട് അവനെ ആ ചാൻസ് കൊടുത്തു, എന്നെ എന്തുകൊണ്ട് ആ കമ്മിറ്റിയിൽ കൂട്ടിയില്ല, എന്നെ എന്തുകൊണ്ട് ലീഡറാക്കിയില്ല, ഇങ്ങനെയുള്ള മനസ്സിൽ വെട്ടി പുറപ്പിച്ചു. ഒരു ദിവസം ഇട്ട് പൊളിച്ചു, സംസാരിച്ചു, പോയി. അവിടെ ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ്. എന്തൊരു അമിത ആനന്ദത്തോടും. ഇത് തന്നെയാണ് സർവീസിലും. അതുകൊണ്ടാണ് സെർവ് ആൾ ആൻഡ് ബി നത്തിങ് എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. സെർവ് ആൾ ആൻഡ് ബി നത്തിങ് എന്ന് പറയാൻ കഴിയും. അപ്പൊ ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ്. അത് നമ്മുടെ ദൈനംദിന ജീവിതത്തിലും സത്യമാണ്, അതുപോലെ സ്പിരിച്വൽ ലൈഫിലും സത്യമാണ്. ആധ്യാത്മിക ജീവിതത്തിൽ ഇത് തന്നെയല്ലേ ഉണ്ടാവുന്നത്. ആധ്യാത്മിക ജീവിതത്തിൽ എന്തിനാണ് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്ന ജീവനും അപ്പോഴേ അതിനു വേണ്ടിയിട്ടാണ് കുതിക്കേണ്ടത്. അതിനുവേണ്ടി കൊതിക്കണം. കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ട് കുതിച്ചിടുന്ന ജീവനും അപ്പോൾ അതിനുവേണ്ടി കുതിക്കുന്ന ആ കുതിപ്പില് നമ്മൾ പലപ്പോഴും വീഴുമ്പോ നമ്മൾ എന്തിനു വേണ്ടി കുതിച്ചു എന്ന് മറന്നിട്ട് വീണ്ടും ആ വീണ് കിടന്നിടത്തുനിന്ന് ഉരുളാൻ തുടങ്ങും. എന്നിട്ട് ഉരുണ്ടിട്ട് നമ്മൾ ആ കുതിപ്പ് മറന്നുപോകും. ഇതാണ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത് പലപ്പോഴും. അതുകൊണ്ട് ഈ ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ് എന്നുള്ളത് സകല അർത്ഥവ്യാപ്തിയോടുകൂടി സകല എക്സാമ്പിള്, ഇപ്പൊ ഞാൻ പറഞ്ഞ കുറച്ച് എക്സാമ്പിള്, എത്ര എക്സാമ്പിൾ നമുക്ക് പറഞ്ഞു കൊടുക്കാം. എത്ര മഹാന്മാരുടെ ജീവിതചര്യ പറഞ്ഞു കൊടുക്കാം. പലരും ഇതിന് ഓപ്പോസിറ്റ് വ്യൂവില് നീങ്ങിയിട്ടുണ്ട്. അല്ല, വലിയ ആൾക്കാര് പിന്നെ അനുഭവം കൊണ്ട് ഒക്കെ പഠിക്കുള്ളൂ. വലിയ മഹാന്മാര് പോലും ഈ കുഴിയിലേക്ക് പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയാറുണ്ട്, പുട്ടപ്പർത്തിയില് വേൾഡ് കൗൺസിലിന്റെ ചെയർമാനായിരുന്നു നിത്യാനന്ദ മേനോൻ. ഭഗവാൻ ഇപ്പൊ ഗ്ലോബൽ കൗൺസിൽ ഉണ്ടാക്കിയില്ല, അവിടെ വേൾഡ് കൗൺസിലായിരുന്നു 1985. ആ നിത്യാനന്ദ മേനോൻ പാലക്കാട് ഇവിടുത്തെ ആളാണ്. എത്ര വലിയ ആളാണ് അദ്ദേഹം. എന്റെ ട്യൂട്ടറൊക്കെ ആയിരുന്നു ആ സമ്മർ കോഴ്സിൽ അദ്ദേഹം.
ഏറ്റവും ഇന്ദുലാൽ ഷാഹിന്റെ മുകളിലായി അദ്ദേഹത്തിന്റെ പൊസിഷൻ. പക്ഷെ എന്തുണ്ടായി? അദ്ദേഹം ഒരു കാമാസക്തിയിൽ മുഴുകിയിട്ട് അവസാനം ഒരു സ്ത്രീക്ക് വേണ്ടിയിട്ട് ജീവിതം ഹോമിച്ച് അവസാനം വഴിയിൽ കിടന്ന് മരിച്ചു. അങ്ങനെ വേണമെങ്കിൽ പറയാം. അത്രയും അതിന്റെ കാര്യമൊന്നും പറയണം. അങ്ങനെയുള്ള എത്ര എക്സാമ്പിൾ. ഡോക്ടർ എസ് ഭഗവന്ത്, ഭഗവാന്റെ സായി കൃഷ്ണനെ ഇന്ന് ഇലക്ട്രോണിന്റെ പ്രോട്ടോണിന്റെ ന്യൂട്രോണിന്റെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു കൃഷ്ണ വിഗ്രഹത്തെ സൃഷ്ടിച്ചു കൊടുത്ത ഡോക്ടർ എസ് ഭഗവന്തം പോലും ആ വൈസ് ചാൻസലർ പോസ്റ്റ് കിട്ടിയില്ല എന്നുള്ള ആ ദുരാഗ്രഹത്താൽ ഭഗവാനെ മറന്ന് തന്റെ മകന്, അദ്ദേഹത്തിനല്ല തന്റെ മകന് വൈസ് ചാൻസലർ പോസ്റ്റ് കിട്ടിയില്ല എന്നുള്ള വിചാരത്തിൽ ഭഗവാനെ മറന്നിട്ട് പിന്നീട് തിരിച്ചുപോയി. ഇങ്ങനെ നമ്മുടെ സമിതി കൺവീനർ പോസ്റ്റ് കിട്ടിയില്ലെങ്കിൽ സമിതിയിലേക്ക് വരാത്ത എത്ര ആൾക്കാരുണ്ട്? അല്ലെങ്കിൽ കൺവീനർ പോസ്റ്റ് പോയാൽ നീ നാളെ മുതൽ എഡ്യൂക്കേഷൻ കോർഡിനേറ്റർ അല്ല, എന്നാ ശരി, എന്താ പിന്നെ ഇനി മുതൽ സമിതിയിൽ പോകണ്ടല്ലോ, സമാധാനം. ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ്. ഏത് സ്ഥലത്ത് വേണമെങ്കിലും നമുക്ക് ഇതിനെ പ്രയോഗിക്കാം. നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നിത്യമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ മക്കളെ അടക്കം. നമ്മുടെ മക്കൾക്ക് വേണമെങ്കിൽ അവരുടെ ഡെയിലി ലൈഫിൽ ഇത് വേണമെങ്കിൽ യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. അവര് ഒരു വിദ്യാർത്ഥി അല്ലെ, നമ്മൾ ആലോചിക്കുമ്പോൾ എന്തൊക്കെ സ്വപ്നങ്ങൾ കണ്ടിട്ടുണ്ടാവും അവൻ ചെറുപ്പത്തിൽ. ആ 10-12 വയസ്സിൽ വലിയ സ്വപ്നങ്ങളായിരിക്കും. പിന്നെ അവൻ പഠിച്ച് വലുതായി ആ വഴി തെറ്റി പോയി, പിന്നെയോ അവന്റെ ആഗ്രഹങ്ങളും ആ വേൾഡിയായിട്ടാണ് ഞാൻ പറയുന്നത്, ആ ആഗ്രഹങ്ങൾ പോലും ഇല്ലാതായി മാറുന്നു. സോ ബീയിങ് ഈസ് ലാസ്റ്റ് ഇൻ ബിക്കമിങ്. 2 മിനിറ്റേ ഉള്ളൂ. ഞാനൊരു കുറേ ഉണ്ട്, 10-40 ഉണ്ട്. ഇപ്പൊ ആകെ 10-11 ആയിട്ടുള്ളൂ. ഇനിയും അടുത്ത ക്ലാസ്സിൽ തന്നെ തീരുമെന്ന് എനിക്കറിയില്ല. എനിവേ, അടുത്ത 1-2 കാര്യം കൂടി പറഞ്ഞു നിർത്താം. ഇത് നമ്മൾക്ക് ക്ലാസ്സുള്ളതുകൊണ്ട്, വേറെ ക്ലാസ്സുള്ളതുകൊണ്ട് നേരത്തെ നിർത്തുകയാണ്. നമുക്ക് 9 മണിക്ക് നിർത്താം, 9:30 വരെ ഇല്ല. പിന്നെ ഈ രാമായണ മാസം കഴിയുന്നവരെ നമ്മൾ അങ്ങനെയാ പോകാൻ ഉദ്ദേശിക്കുന്നു. ഇനി വളരെ പ്രധാനപ്പെട്ട വേറൊന്ന്, ഗോഡ് പ്ലസ് ഈഗോ. ഇത് സ്വാമി പറഞ്ഞത് കേട്ടോ, ഇതെല്ലാം ഭഗവാന്റെ പ്രിൻസിപ്പിൾ സേയിങ് ആണ്. ആലോചിച്ചു, ഗോഡ് പ്ലസ് ഗോഡിന്റെ കൂടെ ഈഗോ കൂടി ചേർന്നാൽ ഭഗവാൻ പറയണു മാനായി. തിരിച്ച് ഇപ്പുറത്തേക്ക് കൊണ്ടുവന്നാൽ മാൻ മൈനസ് ഈഗോ ഈക്വൽ ടു ഗോഡ്. എത്ര മനോഹരമാണ് ആ പ്രിൻസിപ്പിൾ അല്ലെ. ഈ ഒറ്റ ഫോമിൽ പഠിച്ചാൽ മതി. ഗോഡ് പ്ലസ് ഈഗോ, ഈശ്വരന്റെ കൂടെ ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരം കൂടി ചേർന്നാൽ അത് മനുഷ്യനായി. അപ്പൊ മനുഷ്യനെ ഈശ്വരനിൽ നിന്ന് അകറ്റുന്നത് എന്താണെന്നുള്ള ഈ ഒറ്റ ഫോമിൽ കൊണ്ട് നമുക്ക് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. കർട്ടനാണ്, മായയാണ് എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, സ്ക്രീനാണ് എന്നൊക്കെ നമ്മൾ ഈ മായനെ കുറിച്ചൊക്കെ വർണ്ണിക്കും. അല്ലെങ്കിൽ എന്താ പറയാ, നമ്മുടെ അറിവില്ലായ്മ എന്ന് പറയും, അവിദ്യ എന്നൊക്കെ പറയും, അജ്ഞത, അജ്ഞാന തിമിരം ഇങ്ങനെയൊക്കെ പറയും. ഒരു കർട്ടനാണെന്നൊക്കെ പറയില്ല. അത് എന്താണ് ശരിക്കും പറഞ്ഞാൽ മാത്തമാറ്റിക്കലി പ്രൂവ് ചെയ്യാൻ എളുപ്പമാണ്, കുട്ടികൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഗോഡ് പ്ലസ് ഈഗോ ഈക്വൽ ടു മാൻ. അപ്പൊ അവിടെ ആരാണ് വലുത്? നമുക്ക് പെട്ടെന്ന് കേട്ടാൽ തോന്നും മാൻ ആണ് വലുതെന്ന് തോന്നും. കാരണം പ്ലസ് കിട്ടിയിരിക്കുന്നത്. എന്നിട്ടോ മാൻ മൈനസ് ഈഗോ ഈക്വൽ ടു ഗോഡ്. അപ്പൊ മാനിലേക്കാണ് താഴെയാണ് ഗോഡ് എന്ന് തോന്നുന്നു. യെസ്, താഴെയാണ്. എങ്ങനെ താഴെയാണ്? ആ ഈഗോ വെട്ടിക്കളഞ്ഞു കഴിഞ്ഞാൽ അതെങ്ങനെ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും? മനോഹരമായിട്ട് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഒരു കല്ല്, ഒരു വലിയ കരിങ്കല്ല്, ആ കരിങ്കല്ല് ആണ് ഇവിടെ നമുക്ക് ആലോചിച്ച് നോക്കട്ടെ. ആ കരിങ്കല്ലാണ് മനുഷ്യൻ എന്ന് വിചാരിക്കാം. ആ കരിങ്കല്ലിൽ നിന്ന് നമുക്ക് കുറെ ചെത്തി കളയും. ഒരു ശില്പി ചെത്തി കളഞ്ഞു കഴിഞ്ഞാൽ ആ കരിങ്കല്ലിനെ കൃഷ്ണനാക്കി മാറ്റാൻ പറ്റും. അപ്പൊ അവിടെ കരിങ്കല്ല് മാനും ആ ചെത്തിക്കളഞ്ഞ കുറെ ഭാഗങ്ങളാണ് ഈഗോ. അപ്പൊ കരിങ്കല്ലിന്റെ ഉള്ളിൽ കൃഷ്ണൻ എവിടെ ഉണ്ടായിരുന്നു? കരിങ്കല്ലിന്റെ ഉള്ളിൽ വളരെ ഉണ്ടായിരുന്നു. ആ ശില്പിക്ക് ആ കരിങ്കല്ലിനുള്ളിൽ ആ കൃഷ്ണനെ കാണാൻ സാധിച്ചു. അപ്പൊ മാൻ മൈനസ് ഈഗോ ഈക്വൽ ടു ഗോഡ്. അതിനേക്കാൾ നല്ലത് ആദ്യം ഇത് പറയാം, ഗോഡ് പ്ലസ് ഗോഡിന്റെ കൂടെ ദൈവത്തിന് അഹങ്കാരം വരുമോന്നൊന്നും ചോദിക്കരുത്. അങ്ങനെയല്ല നമ്മൾ പറയുന്നത്. ഇത് ഈ പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കാൻ സാധിക്കുക. ഈ കൃഷ്ണശിലേന്റെ പ്രിൻസിപ്പിൾ പറഞ്ഞു കൊടുക്കാൻ മനോഹരമായ ഒരു തത്വമാണ് ഈ പറഞ്ഞ ഈഗോ എന്നുള്ളത്. അതിന്റെ കൂടെ നമുക്ക് ഈഗോന്റെ മറ്റേ എക്സാമ്പിൾ പറഞ്ഞു കൊടുക്കാം. ഈഗോ എന്നുള്ളതിന്റെ അർത്ഥം എന്താ? ഞാൻ എപ്പോഴും സാധാരണ ബാലവികാസ് ഗുരുക്കന്മാരുടെ ഈഗോ എന്ന് പറഞ്ഞാൽ തന്നെ അവിടെ ഈശ്വരൻ ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താ കാരണം? ഈശ്വര ഗോ 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 എന്ന് പറഞ്ഞതിന് തുല്യമാണ് അത്ര ഈഗോ. ഈഗോ എന്ന് പറഞ്ഞാൽ ഈശ്വര ഗോ ഗോ ഗോ, ഈശ്വരപ്പോ 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 എന്ന് പറയുന്നതിന്. അപ്പൊ ഈഗോ വന്നാൽ തന്നെ അവിടെ ഈശ്വരനില്ല. പിന്നെയോ ഈഗോ എന്ന് പറഞ്ഞാൽ ഈ പ്ലസ് എഡ്ജിങ് ഗോഡ് ഔട്ട്. അടുത്തത് എഡ്ജിങ് ഗോഡ് ഔട്ട്, ഈശ്വരനെ സൈഡിലേക്ക് മാറ്റുക, പുറത്തേക്ക് തള്ളിയ. അപ്പൊ ഈഗോ എന്നുള്ളതിന്റെ ഫുൾ ഫോമും കൂടി നമുക്ക് ഇതിന്റെ കൂടെ പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഗോഡ് പ്ലസ് ഈഗോ ഈക്വൽ ടു മാൻ, മാൻ മൈനസ് ഈഗോ ഈക്വൽ ടു ഗോഡ്. Ego is Ishvara go
ആൻഡ് എഡ്ജിങ് ഗോഡ് ഔട്ട്. ഈ ഒരു പ്രിൻസിപ്പിൾ നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. ഇതിന്റെ കൂടെ തന്നെ ഗാഡ് എന്നുള്ളതിന്റെ കൂടി അത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്, എങ്കിലും ഞാൻ പറയുന്നു. നമുക്ക് ആ ഗുരു എന്നുള്ള കൺസെപ്റ്റ് പറയുമ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, ഗാഡ് എന്നുള്ളത് കൺസെപ്റ്റ് അല്ലെ, ജനറേറ്റർ, ഓപ്പറേറ്റർ അല്ലെങ്കിൽ ഓർഗനൈസർ, ഡിസ്ട്രോയർ, ബ്രഹ്മ, വിഷ്ണു, മഹേശ്വരൻ. എത്ര കൺസെപ്റ്റ് മനോഹരം, ആലോചിച്ച് നോക്ക്. ഗാഡ് എന്നുള്ളത് ജനറേറ്റർ, സൃഷ്ടി, ഓപ്പറേറ്റർ ഓർ ഓർഗനൈസർ, മെയിൻ്റനൻസ്, വിഷ്ണു ആൻഡ് ഡിസ്ട്രോയർ ഓഫ് ഈവിൾസ്, ഡിസ്ട്രോയർ ഓഫ് ഈവിൾസ് ആണ് മഹേശ്വരൻ, തിന്മയെ നശിപ്പിക്കുന്ന മഹേശ്വരൻ. അപ്പൊ ആ ഗോഡ് എന്നുള്ള കൺസെപ്റ്റും ഇതിന്റെ കൂടെ മാന്റെ കൺസെപ്റ്റ് നമ്മൾ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു, ഗോഡിന്റെ കൺസെപ്റ്റും പറഞ്ഞു കഴിഞ്ഞു, ഈഗോവിന്റെ കൺസെപ്റ്റും പറഞ്ഞു കഴിഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ആ ഇക്വേഷൻ കൃത്യമായി പൂർണ്ണമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇന്ന് പറഞ്ഞതെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. 4-5 മിനിറ്റ് അധികമായി, നമുക്കൊരു ഭജന പാടിയിട്ട് ഞാൻ നിർത്താം. നമ്മള് സായി രാമായണത്തെ കുറിച്ച് കുറെ പറഞ്ഞല്ലോ. എപ്പോഴും ഈ രാമായണ മാസം കഴിയുന്നവര് ഒരു സായി ഭജന, രാമന്റെ ഭജന പാടിയിട്ട് നമുക്ക് നിർത്താം. ഇനി അടുത്ത ക്ലാസ്സിൽ ഇതേ സെഷൻ, ഇനിയും കുറേ ലെസൺസ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇന്ന് പറഞ്ഞതെല്ലാം ഒന്ന് റിവൈവ് ചെയ്യുക. റിവൈവ് ചെയ്തതൊക്കെ ഓർമ്മ കിട്ടുന്നുണ്ട് നോക്കുക. സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. ഈ ഇത്രയും മഹത്തായ ഭഗവാന്റെ ഉപദേശ രത്നങ്ങൾ, ആ ഉക്തി രത്നങ്ങൾ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ആ രത്നങ്ങൾ അടുത്ത തലമുറയിലേക്ക് കൈമാറാൻ നമുക്ക് സാധിക്കണം. അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. കല്യാണ രാമ ആനന്ദ രാമ, കല്യാണ രാമ ആനന്ദ രാമ, രാമ ശ്രീരാമ ജയ രാമ, രാമ ശ്രീരാമ ജയ രാമ, കല്യാണ രാമ ആനന്ദ രാമ. അവതാര സായി അവതാര രാമ, അവതാര സായി അവതാര രാമ, പൂർണ്ണ അവതാര സത്യ സായി രാമ, പൂർണ്ണ അവതാര സത്യ സായി രാമ, കല്യാണ രാമ ആനന്ദ രാമ, രാമ ശ്രീരാമ ജയ രാമ, കല്യാണ രാമ ആനന്ദ രാമ. അവതാര സായി അവതാര രാമ, അവതാര സായി അവതാര രാമ, പൂർണ്ണ അവതാര സത്യ സായി രാമ, പൂർണ്ണ അവതാര സത്യ സായി രാമ, കല്യാണ രാമ ആനന്ദ രാമ. ഇതുവരെ പറഞ്ഞതെല്ലാം ഭഗവാന്റെ പാദത്തിൽ സമർപ്പിക്കുന്നു. സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു, സമസ്തലോക സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ജയ് സായിരാം. എല്ലാവർക്കും സായിരാം.